പഹൽഗാം ഭീകരാക്രമണത്തിൽ പൊലിഞ്ഞ ജീവനുകൾക്ക് രാജ്യം മറുപടി പറഞ്ഞത് ഓപ്പറേഷൻ സിന്ദൂറിലൂടെയാണ്. ഇന്ത്യൻ സ്ത്രീ ശക്തിയുടെ പ്രഘോഷണമാണ് ആ വാക്കിലൂടെ അർത്ഥമിട്ടത്. പോയ ദിവസങ്ങളിൽ ഈ മഹാരാജ്യത്തിൽ പിറന്നു വീണ പെൺകുഞ്ഞുങ്ങളെ ചൊല്ലി വിളിച്ച പേരും സിന്ദൂർ എന്നു തന്നെയാണ്. വളരണം, ചോരയിൽ തിളയ്ക്കുന്ന രാജ്യസ്നേഹം വരും കാലത്തിനു കൂടി തിലകം ചാർത്തി കൊടുക്കണം. 1971 ശേഷമുള്ള ഏറ്റവും വലിയ മറുപടിയായിരുന്നു പാക് പ്രകോപനത്തിന് ഇന്ത്യ നൽകിയത്. 8 വ്യോമത്താവളങ്ങളിലും 3 വിമാനത്താവളങ്ങളും തകർത്തു. ലാഹോറും കറാച്ചിയും പോലും ലക്ഷ്യങ്ങളാക്കി. അടിമുറി വിറച്ചാണ് യൂണിഫോം ഇട്ട തീവ്രവാദി നേതാവ് വസീം മുനീർ അടിയറവ് പറഞ്ഞത്. ഓപ്പറേഷൻ സിന്ദൂറിന് ശേഷം ഇന്ന് പ്രധാനമന്ത്രി രാജ്യത്തെ അഭിസംബോധന ചെയ്യും. രാഷ്ട്രീയ മറുപടി കാത്ത് നമ്മുടെ നാട്. നമ്മളോടൊപ്പം അതിഥികൾ ശ്രീ മേജർ രവി, മുൻ സൈനിക ഉദ്യോഗസ്ഥൻ, ശ്രീ എം എ ഷിറാസ്, അധ്യാപകൻ, ശ്രീ രഘുനാഥ് നായർ, മുൻ എയർഫോഴ്സ് ഉദ്യോഗസ്ഥൻ, ശ്രീ PM നാരായണൻ, മാധ്യമപ്രവർത്തകൻ. വിശദമായ ചർച്ചയിലേക്ക് എല്ലാ പ്രേക്ഷകർക്കും സ്വാഗതം. അതിനു മുൻപ് സേന ഇന്നും വാർത്താ സമ്മേളനം നടത്തുകയുണ്ടായി. പാകിസ്ഥാന്റെ നട്ടെല്ലു തകർത്ത വ്യോമ ആക്രമണത്തിനൊടുവിലാണ് വസീം മുനീർ തന്നെയാണ് ഏറെക്കുറെ അടിയറവ് പറയാനുള്ള നീക്കങ്ങൾ നടത്തിയത് എന്നതടക്കം വ്യക്തമാക്കുന്ന സാഹചര്യമുണ്ടായിരുന്നു. ഇന്ത്യൻ വ്യോമാക്രമണത്തിൽ പിടിച്ചു നിൽക്കാൻ കഴിയില്ല എന്ന ബോധ്യം വന്നതിന് പിന്നാലെയാണ് പാകിസ്ഥാൻ DGMO നമ്മളെ വിളിച്ചത് എന്നുള്ള വിവരങ്ങൾ കൂടി പുറത്തുവരികയാണ്. അതിനൊപ്പം ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കാര്യം, പാകിസ്ഥാൻ ശക്തമായ ആക്രമണത്തിന് എന്ന മുന്നറിയിപ്പ് ഇന്ത്യക്ക് അമേരിക്ക നൽകിയിരുന്നുവെന്നും അങ്ങനെയാണെങ്കിൽ വിനാശകരമായ തിരിച്ചടി ഇന്ത്യയിൽ നിന്നുണ്ടാകുമെന്ന് നമ്മൾ വ്യക്തമാക്കിയതായുമുള്ള വാർത്തകൾ പുറത്തുവരികയാണ്. പ്രധാനമന്ത്രിയുടെ മറുപടിക്ക് വേണ്ടി കാത്തിരിക്കുകയുമാണ്. ശ്രീ മേജർ രവി, ഇപ്പോൾ പാകിസ്ഥാൻ സൈനിക ഉദ്യോഗസ്ഥരുടെ വാർത്താ സമ്മേളനം ഉണ്ടായിരുന്നു. ഇന്നലെ ഇന്ത്യൻ സംയുക്ത വാർത്താ സമ്മേളനം ഉണ്ടായതിനു ശേഷം, ഇന്ത്യൻ സേനയുടെ സംയുക്ത വാർത്താ സമ്മേളനം ഉണ്ടായതിനു ശേഷം നമ്മൾ വളരെ ആക്യുറേറ്റായി എവിടെയൊക്കെയാണ് ആക്രമണം നടത്തിയത്, എന്താണ് ആക്രമണത്തിന് മുൻപും ശേഷവുമുള്ള സവിശേഷതകളെന്ന് ചിത്രങ്ങൾ സഹിതം വ്യക്തമാക്കിക്കൊണ്ടാണ് പോയത്. ചില വീഡിയോ ക്ലിപ്പുകളും റീലുകളും ഒക്കെ വെച്ചുകൊണ്ടാണ് ഇന്നലെ പാകിസ്ഥാൻ സൈന്യത്തിന്റെ വാർത്താ സമ്മേളനം ഉണ്ടായത്. എത്രത്തോളം വലിയ തിരിച്ചടിക്കൊടുവിലാണ് അടിയറവ് പറയാനുള്ള തീരുമാനം പാകിസ്ഥാന്റെ ഭാഗത്തു നിന്നുണ്ടായത് എന്നതുകൂടി വ്യക്തമാക്കുന്നുണ്ട് ഇന്നും സേന നടത്തിയ വാർത്താ സമ്മേളനത്തിനൊടുവിൽ. ഇന്ന് പ്രധാനമന്ത്രി രാജ്യത്തെ അഭിസംബോധന ചെയ്യാനിരിക്കുകയാണ്. ഇപ്പോഴും ഈ വെടിനിർത്തൽ കരാർ നിലവിൽ വന്നതിന് ശേഷവും രാജ്യം സർവശക്തമാണ് എന്നൊരു പ്രഖ്യാപനമാണോ നമ്മൾ കാത്തിരിക്കുന്നത്? അത് ഇന്നലെ തന്നെ അത് 3 ആർമി, നേവി, എയർഫോഴ്സ് സീനിയർ ലെവൽ പത്രസമ്മേളനം എന്ന് പറഞ്ഞാൽ അവർ ഡിഡ് എ ബ്രീഫിംഗ് ടു ദ കൺട്രി. പത്രസമ്മേളനം അല്ലായിരുന്നു, എന്തൊക്കെയാണ് നടന്നത് കൃത്യമായിട്ടുള്ള വിത്ത് പ്രൂഫോടുകൂടി നമ്മൾ എന്തെല്ലാം ആക്രമിച്ചു, എന്തെല്ലാം ചെയ്തു, എന്തെല്ലാം നാശനഷ്ടങ്ങൾ നമ്മൾ അവിടെ ചെയ്തിട്ടുണ്ടെന്നുള്ളത് കൃത്യമായിട്ട് സീനിയർ ലെവൽ ഓഫീസേഴ്സാണ് വന്നിരുന്ന് കംപ്ലീറ്റ് ബ്രീഫിംഗ് കൊടുത്തത്. എന്നിട്ട് അവർ ലാസ്റ്റ് ഒരു ചോദ്യം ആരോ ചോദിച്ചതിൻ്റെ ചോദ്യത്തിന് അവർ പറഞ്ഞു, നമ്മുടെ രാജ്യത്തുണ്ടായിട്ടുള്ള ഡിസ്ട്രക്ഷൻസ് എന്ന് പറയുന്നത് വി ആർ സ്റ്റിൽ അനലൈസിങ്. പക്ഷേ നമുക്ക് ഒരു എയർക്രാഫ്റ്റുകളോ അതെല്ലാം നഷ്ടപ്പെട്ടു എന്ന് ചോദിച്ച സമയത്ത് ഈ യുദ്ധസമാനമായിട്ടുള്ളൊരു സിറ്റുവേഷനിൽ ഒരു എയർക്രാഫ്റ്റ് ക്രാഷ് ആയിട്ടുണ്ട്. അതൊരു ട്രെയിനിങ് എയർക്രാഫ്റ്റ് MiG-29 ആണ്. അത് ബട്ടിൻ്റെ സൈഡിൽ ക്രാഷ് ആയിട്ടുള്ളത്. അപ്പോൾ ഇതിൻ്റെ എല്ലാം ഡീറ്റെയിൽസ് അവർ പറഞ്ഞതെന്താ വെച്ചാൽ ഇതെല്ലാം കഴിഞ്ഞിട്ട് വി വിൽ ബി ഗിവിങ് എ പ്രോപ്പർ ഡീറ്റെയിൽഡ് ബ്രീഫിംഗ് അബൌട്ട് ദ എയർക്രാഫ്റ്റ്സ്. ബട്ട് വിച്ചെവർ എയർക്രാഫ്റ്റ്, ഏതെല്ലാം എയർക്രാഫ്റ്റുകൾ ഇതിന് വേണ്ടിയിട്ട് പ്രതിരോധത്തിന് വേണ്ടിയിട്ട് പൊങ്ങിയിട്ടുണ്ടോ അതുപോലെ പൊങ്ങി ആക്രമണം നടത്തി തിരിച്ച് സേഫായി വന്ന് എയർബേസുകളിൽ വന്നിരിക്കുന്നു. അവരുടെ പൈലറ്റുകളും സേഫാണെന്നുള്ളത് ഇന്നലത്തെ പത്രസമ്മേളനത്തിൽ പറഞ്ഞു. പിന്നെ ലാസ്റ്റ് അവർ പറഞ്ഞൊരു കാര്യമുണ്ട്. ഇന്നലെ രാത്രി, ദാറ്റ് ഈസ് ഇന്നലെ പറഞ്ഞത് എന്താണെന്ന് വെച്ചാൽ ഞാൻ രാത്രിയിലത്തെ കാര്യമാണ് പറഞ്ഞത്. ഇന്നലെ രാത്രി സീസ് ഫയർ 5 മണിക്ക് നമ്മൾ ഡിക്ലറേഷൻ എന്നുള്ള രീതിയിൽ നമ്മൾ അനൗൺസ് ചെയ്തതിന് ശേഷവും നമ്മൾ പ്രെഡിക്റ്റ് ചെയ്ത പോലെ ഒരു 9 മണി 10 മണിക്ക് ഇവർ തിരിച്ച് അടിക്കാൻ തുടങ്ങിയിട്ടുണ്ടായിരുന്നു. എന്ന് പറഞ്ഞാൽ ചുമ്മാ ഫയറിങ് ചെയ്തു. പക്ഷേ ഇന്ത്യൻ ആർമി ഓർ ആർമഡ് ഫോഴ്സസ്, ആർമി, നേവി, എയർഫോഴ്സ്, നോബഡി റിറ്റാലിയേറ്റഡ്. അതെന്താണെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇത് ഏത് സമയത്തും നമ്മൾ സീസ് ഫയർ പാകിസ്ഥാനുമായിട്ട് എഗ്രിമെൻ്റ് ഉണ്ടാകുന്ന സമയത്ത് എപ്പോഴാണെങ്കിലും അവർ 2 ദിവസം ഇത് പിന്നെ കണ്ടിന്യൂ ചെയ്തുകൊണ്ടിരിക്കും. അതവർക്കൊരു സുഖമാണത്. കാരണം എന്ന് വെച്ചാൽ അവരൊന്ന് ജയിച്ചു എന്നുള്ളത് അവരുടെ രാജ്യത്തിനോട് കാണിക്കാൻ വേണ്ടി. സീസ് ഫയർ പറഞ്ഞിട്ടും ഞങ്ങൾ പിന്നെയും വെടിവെച്ചിട്ടുണ്ട്, സോ ഇന്ത്യ പേടിച്ചിരിക്കുകയാണെന്ന്. അപ്പോൾ ഇന്ത്യ ഏത് സമയത്തും ആ സമയത്ത് എന്ന് പറഞ്ഞാൽ ഒരു സാത്വികമായിട്ട് ഓക്കെ, പ്രശ്നമില്ല, വലിയ വൈറ്റൽ ഇൻസ്റ്റാളേഷനിലൊന്നും വന്നിട്ടില്ല. അത് ഷെല്ലിങ്ങും കുറച്ച് മോട്ടോർ ഷെല്ലിങ്ങൊക്കെയാണ് വരുന്നത്. അപ്പോൾ അത് കഴിഞ്ഞിട്ട് ഇന്നലത്തെ പത്രസമ്മേളനത്തിൽ, ഇന്നലത്തെ ആ ബ്രീഫിങ്ങിനകത്ത് ആർമഡ് ഫോഴ്സസ് റെപ്രസെൻറ്റേറ്റീവ് വെരി ക്ലിയർലി സെറ്റ്, ഇന്ന് രാത്രി നിങ്ങൾ വല്ലതും ചെയ്യുകയാണ് ഇതുപോലെ തന്നെ ഇന്നലത്തെ രാത്രിത്തെ പോലെ ആണെങ്കിൽ പിന്നെ ഡോണ്ട് ആസ്ക് ഫോർ എനി കോംപ്രമൈസ്, വി വിൽ ഗോ ഇൻ ടു ദ സ്ട്രേറ്റ് വാർ മോഡ്. ആ വാർ മോഡിൽ പോയി കഴിഞ്ഞാൽ പിന്നീട് ഞങ്ങൾക്ക് തിരിച്ചുവരവ് ഉണ്ടാവില്ല എന്നുള്ള വളരെ ശക്തമായി
ക്ലിയറായിട്ട് അത് പറഞ്ഞു. അതുകൊണ്ടാണ് ഇന്നലെ രാത്രി ഒരു പ്രശ്നം ഉണ്ടായിട്ടില്ല. അപ്പോൾ പാകിസ്ഥാൻ ഏത് സമയത്ത് നോക്കിക്കഴിഞ്ഞാലും നമ്മൾ എന്തെല്ലാം സഹനശക്തി കാണിച്ചു കഴിഞ്ഞാലും അതിൻ്റെ ലാസ്റ്റിൽ ഞങ്ങൾ ജയിച്ചു എന്ന് പറയാൻ വേണ്ടിയിട്ട് അവർ 2 വെടി പൊട്ടിക്കും. അതാണ് മിനിഞ്ഞാന്ന് രാത്രി നടന്നിട്ടുണ്ടായിരുന്നു. പല സ്ഥലങ്ങളിലും അവർ ഇട്ടിട്ടുണ്ട്, ഷെല്ലിങ്ങും ഷെല്ലാക്രമണം നടന്നിട്ടുണ്ട്. ബട്ട് വി ഡിഡ്ന്റ് റിറ്റാലിയേറ്റ്. ഇനിയും അമേരിക്ക കൊടുത്തപ്പം നേരത്തെ മാധു പറഞ്ഞൊരു കാര്യമുണ്ട്. അമേരിക്കയ്ക്ക് ഇൻഫർമേഷൻ കിട്ടിയതുപോലെ ന്യൂക്ലിയർ ഇൻസ്റ്റാളേഷൻ ന്യൂക്ലിയർ റാറ്റ്ലിംഗ് എന്നാണ് പറയുന്നത്. കാരണം വെച്ചാൽ അമേരിക്ക എപ്പോഴും ഈ റാറ്റ്ലിംഗ് പേടിപ്പിച്ചുകൊണ്ടിരിക്കും. ഞങ്ങളത് അപ്പം പൊട്ടിക്കണ്ട, അപ്പം വിടും. ഞങ്ങൾ വിട്ടു കഴിഞ്ഞാൽ ഞങ്ങൾ പോയാലും വേണ്ടില്ല, ലോകം മുഴുവൻ, നിങ്ങൾ പോയാലും ലോകം മുഴുവൻ തകർക്കാനുള്ള ന്യൂക്ലിയർ വാറായിട്ട് നിങ്ങളുടെ കയ്യിലില്ല. കാരണം അത് ഇത്രയും ലോകം മുഴുവൻ കിടന്ന് പറക്കണമെങ്കിൽ എത്രയെല്ലാം രാജ്യങ്ങളുടെ കൗണ്ടർ അറ്റാക്ക് നിങ്ങൾ ഫേസ് ചെയ്തുകൊണ്ട് വേണം പോകാൻ. അപ്പോൾ ഈ ബുദ്ധിമോശം പറയരുത്. നിങ്ങൾ ഇവിടുന്ന് പൊങ്ങുന്ന സമയത്ത് തന്നെ കംപ്ലീറ്റ് രാഷ്ട്രങ്ങൾ നോക്കിക്കൊണ്ടിരിക്കുകയാണ്, അവർ മിസൈലും റെഡി ആയിക്കൊണ്ട്. സോ ഇത് എയറിൽ എവിടെയെങ്കിലും തട്ടിപ്പോവും. അപ്പോൾ അതുപോലും വിവരമില്ലാത്ത ഇതുപോലുള്ള വിടുവായത്തരം പറയുന്ന പാകിസ്ഥാനെ നമ്മൾ ഇന്ത്യക്ക് ഒരിക്കലും ഭയപ്പെടേണ്ട ആവശ്യമില്ല. പിന്നെ യുദ്ധം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അത് യുദ്ധം തന്നെയാണത്. അവിടെ നമുക്ക് മനുഷ്യത്വം നോക്കണം, അല്ലെങ്കിൽ സ്ത്രീകളെ നോക്കണം, കുട്ടികളെ നോക്കണം, ഇല്ല. അവിടെ വന്ന് ആക്ട് ഓഫ് വാർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എവറിത്തിങ് ഇസ് ഫെയർ ഇൻ വാർ ആൻഡ് ലവ്. എല്ലാം അക്സെപ്റ്റബിൾ ആണ്. എന്ത് ചതി വേണമെങ്കിൽ ചെയ്യാം, നോണ പറയാം, എന്ത് വേണമെങ്കിലും ചെയ്യാം. പക്ഷേ വി ഗോട്ട് ടു വിൻ ഇറ്റ് എന്നുള്ളതാണ്. ആ ഒരു ഐഡിയ വെച്ചിട്ട് നമ്മുടെ രാജ്യം ഏത് സമയത്തും ശക്തമായി നിൽക്കുന്നുണ്ട്. ഇപ്പം പാകിസ്ഥാൻ അടക്കം അറിയാം ഇവിടുന്ന് വിട്ടിരുന്ന സാധനങ്ങളിലൊക്കെ ഇമ്പാക്റ്റ് എന്താണെന്നുള്ളത് പാകിസ്ഥാൻ കണ്ടു. അതേപോലെ തന്നെ അവരുടെ ഈ ഡ്യൂപ്ലിക്കേറ്റ് ചൈന മെറ്റീരിയൽ ഇവിടുത്തെ കുട്ടികൾ പോലും ഇപ്പോൾ ചൈനയുടെ കളിപ്പാട്ടങ്ങൾ വാങ്ങിക്കാറില്ല. അങ്ങനെയുള്ള സ്ഥലത്താണ് പാകിസ്ഥാൻ ഈ ചൈനയുടെ എക്യുപ്മെൻസും വാങ്ങിച്ചുകൊണ്ടിരിക്കുന്നത്. പിന്നെ വന്നിട്ട് ടർക്കിയുടെ എന്താണുള്ളത്, ഇതെല്ലാം സബ്സ്റ്റാൻഡേർഡ് ഐറ്റംസും വെച്ചുകൊണ്ടിരുന്നത് ഇപ്പോൾ അവർക്ക് റിയലൈസ് ചെയ്തു. ആ 3 ദിവസത്തിൽ അവർ മനസ്സിലാക്കി ശരിക്കും ഈ ഡിഫൻസിന് വേണ്ടി വാങ്ങിക്കുന്ന സാധനങ്ങൾ ഒരിക്കലും അതിന് മുകളിൽ നമ്മൾ കോംപ്രമൈസ് ചെയ്യാൻ പാടില്ല എന്നുള്ളത്. അത് ഒരു രാജ്യവും ചെയ്യാൻ പാടില്ല. ഈ സമയത്താണ് നമ്മൾ മറ്റു രാജ്യങ്ങളിൽ നിന്ന് വാങ്ങിക്കുന്നതായിട്ട് ലോകരാഷ്ട്രങ്ങൾക്ക് അറിയാതെ നമ്മൾ മേക്ക് ഇൻ ഇന്ത്യ പ്രൊജക്റ്റ് ഇവിടെ തുടങ്ങിയതിന് ശേഷം ഈ സമയത്ത് നമുക്ക് സത്യസന്ധമായിട്ട് ആക്ച്വൽ നമ്മുടെ എക്യുപ്മെന്റ്സ് മുഴുവൻ ആക്ച്വൽ ഗ്രൗണ്ടിൽ യൂസ് ചെയ്യാൻ പറ്റിയ ഒരു അവസരം കൂടിയായിരുന്നു ഈ 22nd. ഇന്ത്യയുടെ സായുധശേഷി എത്രത്തോളമാണ് എന്ന് വിളിച്ചു പറയുന്ന പ്രത്യാക്രമണം തന്നെയാണ് നമ്മൾ നടത്തിയത്. നമ്മളുടെ ഒരു ഡിഫൻസ് എക്സ്പെൻഡിച്ചർ എന്ന് പറയുന്നത് GDP-യുടെ 1.9%. ഏതാണ്ട് 6.81 ട്രില്യൺ രൂപയാണ് അവിടെ നമ്മൾ ചെലവാക്കിക്കൊണ്ടിരിക്കുന്നത്. അപ്പോൾ അത് എത്രത്തോളം വലിയ തുകയാണ് എന്നുള്ളത് വ്യക്തമാവുന്ന ഒന്നാണ്. അത് പക്ഷേ എത്രത്തോളം സജ്ജമാക്കിയിട്ടുണ്ട് നമ്മുടെ രാജ്യത്തെ ഇത്രയും നിരന്തരമായ ഭീഷണി ഒരു അയൽ രാജ്യത്തിൽ നിന്ന് നേരിടുന്ന സാഹചര്യത്തിൽ ഇത്ര വിപുലമായ തോതിൽ ഇത്ര ആക്രമണശേഷിയോടെ ഇത്ര പ്രഹരശേഷിയോടെ തിരിച്ചടിക്കാൻ നമുക്ക് കഴിഞ്ഞതിൻ്റെ കാരണവും അത് തന്നെയാണ് എന്നത് വ്യക്തമാക്കപ്പെടുന്നുണ്ട് ഈ ദിവസങ്ങളിലെ ചർച്ചകൾ. ഞാൻ അങ്ങനെയൊക്കെ വരാം. ശ്രീ രഘുനാഥ് നായർ, ഇപ്പോൾ എയർഫോഴ്സിൻ്റെ ഒരു ഷോ തന്നെയാണ് എന്ന് പറയേണ്ടി വരും. എത്ര കൃത്യമായിട്ടാണ്, എത്ര പ്രിസൈസ് ആയിട്ടാണ്, എത്രമേൽ ലക്ഷ്യബുദ്ധിയോടുകൂടിയാണ് എയർഫോഴ്സ് ഈ സമയത്ത് പ്രവർത്തിച്ചത് എന്നുള്ളത്. ഒരു സിവിലിയന് പോലും ജീവൻ നഷ്ടമാകാതെ കൃത്യമായി ഭീകരവാദ കേന്ദ്രങ്ങളെ, ഫാക്ടറികളെ ലക്ഷ്യമിട്ട് മാത്രം എയർഫോഴ്സ് നടത്തിയ ആക്രമണത്തിലൂടെയാണ് പാകിസ്ഥാന് മുന്നോട്ട് പോകാൻ കഴിയില്ല എന്ന് വ്യക്തമാക്കപ്പെട്ടത്. നേരത്തെ ശ്രീ മേജർ രവി പറഞ്ഞതുപോലെ എന്താണ് നമ്മുടെ ശേഷി എന്നത് കൃത്യമായി മനസ്സിലാക്കാൻ ഈ ദിവസങ്ങൾ കൊണ്ട് കഴിഞ്ഞു എന്ന് ഉള്ളിടത്താണ്. ഇന്ന് പോലും സേന കൃത്യമായി പറയുന്നുണ്ട് എത്ര വ്യോമത്താവളങ്ങൾ, എത്ര വിമാനത്താവളങ്ങൾ എന്നുള്ളത് വളരെ വ്യക്തമാക്കിക്കൊണ്ടാണ് പറയുന്നത്. ഈ ആക്രമണത്തിനൊടുവിലാണ് പാകിസ്ഥാന് മുന്നോട്ട് പോകാൻ കഴിയില്ല എന്ന് പറയുന്നതും അസീം മുനീറിനെ കുറിച്ച് എടുത്തു പറയേണ്ടതില്ല. ഈ കഴിഞ്ഞ ദിവസങ്ങളിലെല്ലാം നമ്മൾ നിരന്തര മാധ്യമങ്ങളിലൂടെ വായിച്ചറിയുകയാണ് എങ്ങനെയാണ് ഇത്ര തീവ്ര ബുദ്ധിയുള്ള, ഇത്ര തീവ്രവാദ വിചാരമുള്ള ഒരു മനുഷ്യൻ യൂണിഫോം ഇട്ടൊരു സേനയെ നയിക്കുന്നത് എന്നുള്ളത്. അയാൾക്ക് പോലും ഇനി പിടിച്ചു നിൽക്കാൻ കഴിയില്ല, ഇനി അടിയറവ് പറയുകയല്ലാതെ മറ്റു വഴിയില്ല എന്ന് തിരിച്ചറിയാൻ കഴിയുന്ന കൃത്യമായ സന്ദേശം ഇന്ത്യൻ എയർഫോഴ്സ് കൊടുത്തു എന്നുള്ളത് എത്ര അഭിമാനത്തോടു കൂടിയാണ് സേന ഇന്ന് വ്യക്തമാക്കുന്നത്. മിനിഞ്ഞാന്നത്തെ ഓപ്പറേഷൻ എന്ന് പറയുന്നത് വെറും 90 മിനിറ്റിൻ്റെ ഓപ്പറേഷനാണ് ഇന്ത്യൻ എയർഫോഴ്സ് ചെയ്തത്. നമ്മൾ ആദ്യം അവരുടെ തീവ്രവാദി ക്യാമ്പുകളൊക്കെ ആക്രമിക്കുന്ന സമയത്ത് നമ്മൾ കൂടുതലായിട്ട് ഉപയോഗിച്ചത് സ്കാൾപ്പ് മിസൈലുകളും അതുപോലെ തന്നെ ഹാമർ ബോംബുകളെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതുപോലെ സ്കാൾപ്പ് മിസൈലെല്ലാം അങ്ങേയറ്റത്തെ കൃത്യതയോടുകൂടി ടാർഗറ്റിനെ ഭേദിക്കാൻ കഴിവുള്ള ആയുധങ്ങളാണ്. പാകിസ്ഥാൻ്റെ കയ്യിൽ അത്രയും കൃത്യതയുള്ള മറ്റ് ആയുധങ്ങളൊന്നും ഇല്ല എന്നുള്ളത് ഒരു വസ്തുതയാണ്. പിന്നെ നമ്മൾ അവരുടെ വിമാനത്താവളങ്ങൾ അതുപോലെയുള്ള ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ടാർഗറ്റിനെ അറ്റാക്ക് ചെയ്യാൻ വേണ്ടി ബ്രഹ്മോസ് ഉപയോഗിച്ചു. ബ്രഹ്മോസിൻ്റെ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇന്ന് ലോകത്തിൽ ഏറ്റവും അധികം കൃത്യതയുള്ള അഭേദ്യമായ ഒരു ആയുധമെന്ന് വേണം പറയാനായിട്ട്. കാരണം
ലോകത്തിലെ ആദ്യത്തെ സൂപ്പർസോണിക് ക്രൂസ് മിസൈലാണ്. ഇന്ന് രണ്ടാം സ്ഥാനത്ത്, സ്പീഡിൻ്റെ കാര്യത്തിൽ രണ്ടാം സ്ഥാനത്ത് നിൽക്കുന്ന ഒരു സൂപ്പർസോണിക് ക്രൂസ് മിസൈലാണ് ബ്രഹ്മോസ്. അതിൽ ഇതിനേക്കാൾ ഉയർന്ന കപ്പാസിറ്റി ഉള്ള ഒരു മിസൈൽ റഷ്യയുടെ കയ്യിൽ തന്നെയാണ് ഉള്ളത്. അപ്പോൾ ഇതിൻ്റെ ആക്യുറസി എന്ന് പറയുന്നത്, നമ്മുടെ ഈ ആയുധങ്ങളുടെ ആക്യുറസി നമ്മൾ മെഷർ ചെയ്യുന്നത് CEP എന്നുള്ള ഒരു സ്കെയിലാണ്, സർക്കുലർ എറർ പ്രോബബിലിറ്റി എന്ന് പറയും. അപ്പോൾ ബ്രഹ്മോസിൻ്റെയൊക്കെ CEP എന്ന് പറയുന്നത് 5 മീറ്ററാണ്. അപ്പോൾ നമ്മുടെ കയ്യിൽ 3 മീറ്റർ മുതൽ CEP ഉള്ള ആയുധങ്ങളാണുള്ളത്. അത്രയും കൃത്യതയുള്ള ആയുധങ്ങളാണ്. അപ്പോൾ ബ്രഹ്മോസ് ഇന്ത്യയുടെയും റഷ്യയുടെയും കൊളാബറേഷനിൽ ഉണ്ടാക്കിയതാണെന്ന് പറയാം. പിന്നെ നമ്മൾ അവരുടെ ഒരുപാട് റഡാർ ഇൻസ്റ്റലേഷൻസിനെ നമ്മൾ തകർത്തിട്ടുണ്ട്. അതിനു വേണ്ടിയിട്ട് നമ്മൾ രുദ്രം മിസൈൽസാണ് ഉപയോഗിച്ചത്. രുദ്രം എന്ന് പറയുന്നത് ആൻറ്റി റഡാർ മിസൈലുകളാണ്. ഇതിൻ്റെ ജോലി എന്ന് പറഞ്ഞാൽ ഇതിനെ നമ്മൾ ഫയർ ചെയ്ത് കഴിഞ്ഞാൽ ഇതൊരു 10-70 കിലോമീറ്റർ ഉയരത്തിലേക്ക് പോയിട്ട് അവിടെ നിന്നും ഇത് റഡാറിനെ സ്പോട്ട് ചെയ്തിട്ട് എവിടെയെങ്കിലും ഒരു റഡാർ ഓപ്പറേറ്റ് ചെയ്യുന്നുണ്ടെങ്കിൽ ഇതിനെ പാസീവ് ഹോമിംഗ് എന്ന് പറയും. ആക്റ്റീവ് ഹോമിംഗ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ മിസൈലിൽ നിന്നും നമ്മളൊരു സിഗ്നൽ കൊടുത്തിട്ട് അത് റിഫ്ലക്റ്റ് ചെയ്ത് വരുമ്പോഴാണ് ശത്രുവിൻ്റെ ഒരു ടാർഗറ്റിനെ നമ്മൾ കണ്ടുപിടിക്കുന്നത്. അപ്പോൾ അതുകൊണ്ട് നമ്മുടെ ഈ മിസൈലിനെ ശത്രുക്കൾക്ക് കണ്ടുപിടിക്കാനുള്ള സാധ്യതയുണ്ട്. അതിന് പകരം പാസീവ് ഹോമിംഗ്, അവരുടെ റഡാർ സിഗ്നലിനെ മാത്രം പിടിച്ചെടുത്തിട്ട് നേരെ അതിലേക്ക് പോയിട്ട് ആക്രമിക്കുക. അങ്ങനെയാണ് അവരുടെ റഡാർ ഇൻസ്റ്റലേഷൻസ് മുഴുവൻ നമ്മൾ തകർത്തു. നമ്മുടെ ആൻറ്റി റഡാർ മിസൈൽസ് എന്ന് പറയുന്ന ഇന്ന് ലോകത്തിലെ ഏറ്റവും ഉയർന്ന ശ്രേണിയിലുള്ള, ഏറ്റവും നല്ല കപ്പാസിറ്റിയുള്ള, ഏറ്റവും നല്ല ആക്യുറസിയുള്ള മിസൈലുകളിൽ ഒന്നാണ്. ഏറ്റവും നല്ലതെന്ന് ഞാൻ പറഞ്ഞു കഴിഞ്ഞാൽ അഹങ്കാരമായി പോകും. അതുകൊണ്ടാണ് ഏറ്റവും നല്ലതിലൊന്നെന്ന് പറയുന്നത്. ഏറ്റവും നല്ല ആൻറ്റി റേഡിയേഷൻ മിസൈൽ നമ്മൾ സ്വന്തമായിട്ട് ഡെവലപ്പ് ചെയ്തതാണ്. പിന്നെ ഈ പറഞ്ഞ ആക്യുറസിയോടുകൂടി ഇത്രയധികം വലിയ പ്രഹരം നമ്മൾ ചെയ്ത് കഴിഞ്ഞപ്പോൾ നമുക്ക് അത് തന്നെയല്ല, ISRO ക്ലിയറായിട്ട് പറഞ്ഞു 10 സാറ്റലൈറ്റാണ് ഇന്ത്യയെ സംരക്ഷിക്കാൻ വേണ്ടി മുകളിൽ നിന്ന് വാച്ച് ചെയ്തുകൊണ്ടിരിക്കുന്നത്. ഈ യുദ്ധത്തിൽ പങ്കെടുക്കുന്നത് ISROയുടെ 10 ഉപഗ്രഹങ്ങളാണ്. അപ്പോൾ അത് വളരെ കൃത്യമായിട്ട്, പണ്ട് നമുക്ക് GPS-നെ നമുക്ക് ഡിപ്പെൻഡ് ചെയ്യാൻ പറ്റില്ല, കാരണം കാർഗിൽ വാറിൽ നമ്മൾ കണ്ടാണ് അമേരിക്ക പണി തരും. അപ്പോൾ എന്ത് ചെയ്തു, നമ്മുടെ സ്വന്തം നാവിക് എന്ന് പറയുന്ന സാറ്റലൈറ്റ് നമ്മുടെ സിസ്റ്റം, നാവിഗേഷൻ സിസ്റ്റം ഡെവലപ്പ് ചെയ്തു. അത് പൂർണ്ണമായിട്ടും ISROയുടെ കൺട്രോളിലുള്ളതാണ്. അപ്പോൾ അത് ഉപയോഗിച്ചിട്ടാണ് നമ്മൾ ഇതിൻ്റെ ഈ ആക്യുറസി കൺട്രോൾ ചെയ്യുന്നത്. അതുകൊണ്ട് പിൻ പോയിൻ്റ് ആക്യുറസി ഇന്ന് ഒരു പക്ഷേ മറ്റാർക്കും അവകാശപ്പെടാനില്ലാത്ത, ഇസ്രായേലിലും അമേരിക്കയും ചൈനയും റഷ്യയും എല്ലാം ഉണ്ടെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരുപക്ഷെ അവരോട് കിടപിടിക്കുന്ന രീതിയിലുള്ള ആക്യുറസി ഇന്ന് തീർച്ചയായിട്ടും നമുക്കുണ്ട്. പിന്നെ മറ്റൊരു വസ്തുത എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ചൈനയുടെ PL-15 മിസൈൽ എന്ന് പറഞ്ഞാൽ ലോകത്തിലെ ഏറ്റവും ശക്തമായ എന്നാണ് കൊട്ടിഘോഷിക്കപ്പെട്ടത്. ബിയോണ്ട് വിഷ്വൽ റേഞ്ച് എയർ ടു എയർ മിസൈൽ എന്ന് പറഞ്ഞാൽ, അതായത് ഏരിയൽ ടാർഗറ്റിനെ നശിപ്പിക്കാൻ വേണ്ടിയിട്ട് ചൈനയുടെ PL-15 മിസൈലുകൾ അവർ പ്രയോഗിച്ചിട്ട് ഒരെണ്ണം പോലും ലക്ഷ്യം കണ്ടില്ല എന്ന് മാത്രമല്ല, ഒരു PL-15 മിസൈൽ താഴെ പതിച്ചത് ഒരു ചെറിയ ക്രാക്ക് മാത്രമേ അതിന് വന്നിട്ടുള്ളൂ, പൊട്ടിത്തെറിച്ചിട്ടില്ല, ഒന്നുമില്ല. അത് നേരെ DRDO എടുത്തുകൊണ്ട് പോയിട്ടുണ്ട്. ഇനി അതിൻ്റെ മുകളിൽ അവരൊരു കുത്തബ് മിനാർ പണിഞ്ഞ് അതിനെ പൂർണ്ണമായിട്ടും റിവേഴ്സ് എഞ്ചിനീയറിംഗ് ചെയ്ത് അതിൽ നിന്നും കൊള്ളാവുന്ന ടെക്നോളജി ഉണ്ടെങ്കിൽ ഉണ്ടാവും, തീർച്ചയായിട്ടും ഉണ്ടാവും. അത് നമ്മൾ സ്വായത്തമാക്കും. പിന്നെ നമുക്ക് ഈ ഒരു പ്രൊട്ടക്ഷൻ നൽകിയതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, ശരി, ഞാൻ അങ്ങനെയൊക്കെ വരാം. ശ്രീ മുന്നോട്ട് പോകണോ സ്റ്റോപ്പ് ചെയ്യണോ? അപ്പോൾ ഞാൻ അങ്ങനെയൊക്കെ വരാം. ശ്രീ എം ഷിനാസ്, ഈ കാര്യങ്ങൾ, അതായത് നമ്മൾ കഴിഞ്ഞ ദിവസങ്ങളിൽ രാജ്യം ഏറെ അഭിമാനത്തോടു കൂടി പ്രകടമാക്കിയ പ്രതിരോധശേഷി, അത് നമ്മുടെ ജനത്തിന് നൽകിയ സുരക്ഷ, ഈ കാര്യങ്ങളെല്ലാം നമ്മൾ നിരന്തരമായി ചർച്ച ചെയ്യുകയാണ്. ഇന്നലെ ഉണ്ടായ ഏറ്റവും പ്രധാനപ്പെട്ട ചർച്ച നയതന്ത്ര തലത്തിൽ നമ്മൾ അനുവർത്തിച്ചിട്ടുള്ള നിലപാടുകളിൽ നിന്ന് മാറ്റമുണ്ടായിട്ടുണ്ടോ എന്നുള്ളതാണ്. സ്വാഭാവികമായും ഒരു രാഷ്ട്രീയ മറുപടി ആയിരുന്നില്ല ഇത്രയും ദിവസവും കിട്ടിയത്, അല്ലെങ്കിൽ മറുപടി പോലും ആയിരുന്നില്ല. എന്താണ് സംഭവിച്ചത് എന്ന് സേന വളരെ സാങ്കേതികമായും ഉത്തരവാദിത്തപരമായും ഏറ്റവും കുറഞ്ഞ വാക്കുകളിൽ വ്യക്തമായി എന്ന രീതിക്കുള്ള വിവരങ്ങളാണ് നമുക്ക് കിട്ടിയിരുന്നത്. ഇന്നിപ്പോൾ 8 മണിക്ക് പ്രധാനമന്ത്രി രാജ്യത്തെ അഭിസംബോധന ചെയ്യുകയാണ്. എന്താണ് നമ്മൾ പ്രതീക്ഷിക്കേണ്ടത്? എട്ട് മണിക്ക് പ്രധാനമന്ത്രി രാജ്യത്തെ അഭിസംബോധന ചെയ്യുമ്പോൾ നമ്മൾ പ്രതീക്ഷിക്കേണ്ടത് ഇന്ത്യൻ സൈന്യം നടത്തിയ വീരോചിതമായ പ്രത്യാക്രമണത്തിൻ്റെ ഫലമായിട്ട് തന്നെയാണ് പാകിസ്ഥാൻ കീഴടങ്ങാനുള്ള സന്നദ്ധത പ്രകടിപ്പിച്ചത്. അപ്പം മെയ് 11 രാവിലെ ആയിരുന്നല്ലോ, അല്ല 3:35 പാകിസ്ഥാൻ്റെ ഡയറക്ടർ ജനറൽ ഓഫ് മിലിറ്ററി ഓപ്പറേഷൻസ് ഇന്ത്യയെ വിളിക്കുന്നത്, ഇന്ത്യയുടെ അതേ കൗണ്ടർ പാർട്ടിനെ വിളിക്കുന്നത്. അപ്പോൾ മെയ് 8 നമ്മൾ JD വാൻസ്, അമേരിക്കയുടെ വൈസ് പ്രസിഡന്റ്, പറഞ്ഞ ഈ ഒരു സംഘർഷം ഇറ്റ് ഈസ് ഫണ്ടമെൻ്റലി നൺ ഓഫ് അവർ ബിസിനസ് എന്നാണ്. എന്നാൽ മെയ് 9 അർദ്ധരാത്രി പാകിസ്ഥാൻ്റെ വളരെ പ്രധാനമായിട്ടുള്ള എയർ ബേസസ്, വ്യോമത്താവളങ്ങൾ ഇന്ത്യൻ സൈന്യം ആക്രമിച്ചു. അതിലേറ്റവും പ്രധാനപ്പെട്ട
ഒരു എയർബേസാണ് റാവൽപിണ്ടിയിലെ നൂർഖാൻ എയർബേസ്. നൂർഖാൻ എയർബേസിൻ്റെ തൊട്ടടുത്ത് ഏതാനും കിലോമീറ്ററുകൾക്ക് അപ്പുറത്താണ് പാകിസ്ഥാൻ്റെ ന്യൂക്ലിയർ കമാൻഡ് ഫെസിലിറ്റി സ്ഥിതി ചെയ്യുന്നത്. അപ്പോൾ റാവൽപിണ്ടി നൂർഖാൻ എയർബേസ് എന്ന് പറഞ്ഞാൽ ഫോറിൻ ഡിഗ്നിറ്ററീസ് രാഷ്ട്രത്തലവന്മാരൊക്കെ വരുമ്പോൾ ഇറങ്ങുന്ന എയർബേസാണ്. മാത്രമല്ല പാകിസ്ഥാൻ്റെ റീഫ്യൂലിംഗ് കപ്പാസിറ്റിയുള്ള അതുപോലെ തന്നെ ഏറ്റവും മർമ്മപ്രധാനമായിട്ടുള്ള എയർബേസിൽ ഇന്ത്യ സ്ട്രൈക്ക് ചെയ്തു. അത് പാകിസ്ഥാൻ വാസ്തവത്തിൽ ഞെട്ടിച്ചത് ആ എയർബേസിലെ സ്ട്രൈക്ക് മാത്രമല്ല, അതിന് ഏതാനും കിലോമീറ്റർ അപ്പുറത്താണ് പാകിസ്ഥാൻ്റെ ഏറ്റവും പ്രധാനമായിട്ടുള്ള ന്യൂക്ലിയർ കമാൻഡ് ഫെസിലിറ്റി സ്ഥിതി ചെയ്യുന്നത്. അതുകൂടി ആ കമാൻഡ് ഫെസിലിറ്റി അത് നിർവീര്യമാക്കിയാൽ, അല്ലെങ്കിൽ അതിനെ ഒരു ആക്രമണം നടന്ന് അതിൻ്റെ ശിരച്ഛേദം സംഭവിച്ചാൽ പാകിസ്ഥാൻ്റെ ആ ന്യൂക്ലിയർ അംബ്രല അല്ലെങ്കിൽ ന്യൂക്ലിയർ ബോഗെ എന്ന ആണവ കുട്ടിച്ചാത്തൻ എന്നുള്ള ആ ഒരു ബ്ലാക്ക് മെയിലിംഗ് അങ്ങനെ നടക്കില്ല. ഇങ്ങനെ ഇത്തരം എയർബേസുകൾ ഇപ്പം യുദ്ധത്തിൽ പരസ്പരം ഡാമേജ് ഉണ്ടാവും. പാകിസ്ഥാൻ മാധ്യമങ്ങൾ മറ്റ് പല മാധ്യമങ്ങളും ഇന്ത്യക്കുണ്ടായ കഷ്ടനഷ്ടങ്ങളെ പർവ്വതീകരിച്ച് കാണിക്കുന്നുണ്ട്. അത് വരും ദിവസങ്ങളിൽ നമുക്ക് അത് അങ്ങോട്ടും ഇങ്ങോട്ടും പരസ്പരം യുദ്ധം ചെയ്യുമ്പോൾ ഈ ഭാഗത്തും ആ ഭാഗത്തും ഉണ്ടാവും. പക്ഷേ പാകിസ്ഥാന് കനത്ത നാശനഷ്ടമുണ്ടായിട്ടുണ്ട്. പ്രത്യേകിച്ച് മെയ് 9, 10 തീയതികളിൽ പ്രത്യേകിച്ചും റാവൽപിണ്ടിയിൽ, കറാച്ചിയിൽ, ലാഹോറിൽ, ഇസ്ലാമാബാദിന് അടുത്തൊക്കെ ഇന്ത്യൻ മിസൈലുകൾ പതിച്ചു. അത് പാകിസ്ഥാനെ ഞെട്ടിച്ചു. ഈ JD വാൻസ് നൺ ഓഫ് അവർ ബിസിനസ് എന്ന് പറയുന്ന JD വാൻസും മാർക്കോ റൂബിയോയും ബിൽ ക്ലിൻ്റണും ഉണർന്നു. അപ്പോൾ ഇപ്പം ഞാൻ ഇന്ന് വായിച്ച ന്യൂയോർക്ക് ടൈംസ്, ഇന്നലത്തെ ന്യൂയോർക്ക് ടൈംസിലെ ഒരു പ്രധാനപ്പെട്ട റിപ്പോർട്ട്, അതിൽ പറയുന്നത് ഇതാണ്: ഇങ്ങനെ നൂർഖാൻ എയർബേസ് ഇന്ത്യ ആക്രമിച്ചപ്പോൾ ഈ അമേരിക്ക ഉണരുകയും ഈ പാകിസ്ഥാനിലെ എല്ലാവരെയും, അസീം മുനീർ, ഷഹബാസ് ഷെരീഫ്, പാകിസ്ഥാൻ്റെ നാഷണൽ സെക്യൂരിറ്റി അഡ്വൈസർ അസീം മാലിക്, അതുപോലെ ഇന്ത്യയിലെ കൗണ്ടർ പാർട്സ്, അവരെയൊക്കെ വിളിച്ചു. പാകിസ്ഥാൻ അങ്ങോട്ട് പറയുകയായിരുന്നു അത്രേ, ഇത് ഞങ്ങളുടെ ന്യൂക്ലിയർ കമാൻഡ് ഫെസിലിറ്റി പോലും ഏത് നിമിഷവും തകർക്കപ്പെടാമെന്നുള്ള സ്ഥിതിയാണ്, അപ്പോൾ ഇടപെടണം എന്ന് പറയുകയും അമേരിക്ക അങ്ങനെ പാകിസ്ഥാന് വേണ്ടി ഇടപെട്ടതായിട്ടാണ് ന്യൂയോർക്ക് ടൈംസ് പോലും പറയുന്നത്. അപ്പോൾ ഇന്ത്യൻ കൗണ്ടർ പാർട്സിനെ വിളിക്കുമ്പോൾ ഞങ്ങൾക്ക് അവർ യുദ്ധം നിർത്താൻ തയ്യാറാണെങ്കിൽ ഞങ്ങൾ നിർത്തും, അവർ യുദ്ധം തുടരാനാണ് തയ്യാറെങ്കിൽ ഞങ്ങൾ കൂടുതൽ തീവ്രതയോടെ ആക്രമിക്കും എന്ന് പറയുന്നത്. പക്ഷേ മാർക്കോ റൂബിയോ ട്രംപ് പറഞ്ഞു 1000 കൊല്ലത്തെ യുദ്ധമാണ് കാശ്മീർ യുദ്ധം. അതൊക്കെ ട്രംപിന് ചരിത്രം അറിയാത്തത് കൊണ്ടാണ്. 47 ആരംഭിച്ച കാശ്മീർ പ്രശ്നം 47 മുതലാണ്. പക്ഷേ മാർക്കോ റൂബിയോ അതൊക്കെ കടന്നു പറഞ്ഞു. എന്ന് പറഞ്ഞാൽ പാകിസ്ഥാനും ഇന്ത്യയും തമ്മിലുള്ള പ്രശ്നം, പ്രത്യേകിച്ച് കാശ്മീർ പ്രശ്നം പരിഹരിക്കാൻ ഒരു ന്യൂട്രൽ, ഒരു നിഷ്പക്ഷ രാജ്യത്ത് ഞങ്ങൾ ചർച്ചയ്ക്ക് വഴിയൊരുക്കാൻ അമേരിക്ക സന്നദ്ധമാണ്. ട്രംപ് മീഡിയേഷൻ എന്നുള്ള വാക്കുപയോഗിച്ചു. അപ്പോൾ അത് ഇന്ത്യ തള്ളിക്കളഞ്ഞു. അത് ശരിയാണ്, പ്രധാനമന്ത്രി അടക്കം അത് തള്ളിക്കളഞ്ഞിട്ടുണ്ട്. പക്ഷേ കാശ്മീർ പ്രശ്നത്തെ അന്താരാഷ്ട്രവൽക്കരിക്കാനുള്ള പാകിസ്ഥാൻ്റെ ശ്രമത്തെ പ്രോത്സാഹിപ്പിക്കുന്ന പ്രസ്താവനകളാണ് മാർക്കോ റൂബിയോയുടെ ഭാഗത്തും അതുപോലെ തന്നെ ഡൊണാൾഡ് ട്രംപിൻ്റെ ഭാഗത്തു നിന്നും ഉണ്ടായത്. നമ്മൾ ഓർക്കേണ്ട കാര്യം, 1990കളുടെ മധ്യത്തിൽ ഐക്യ ഗുജറാളിനോട് ബ്രിട്ടൻ കാശ്മീർ പ്രശ്നത്തിൽ ഞങ്ങൾ ക്രിയാത്മകമായി ഇടപെടാം എന്ന് പറഞ്ഞപ്പോൾ ഐക്യ ഗുജറാൾ ബ്രിട്ടനോട് പറഞ്ഞത് നിങ്ങളുടെ ദുർബലമായ കരം ഞങ്ങൾക്ക് വേണ്ട എന്നാണ്. അതുപോലെ ചുട്ട മറുപടി അന്ന് തന്നെ കൊടുക്കേണ്ടിയിരുന്നു. എന്നാൽ വൈകിയാണെങ്കിലും കാശ്മീർ വിഷയത്തിൽ അന്താരാഷ്ട്ര മൂന്നാം കക്ഷിയുടെ ഇടപെടൽ വേണ്ട എന്ന് അസന്നിഗ്ധമായി ഇന്ത്യ പ്രഖ്യാപിച്ചു കഴിഞ്ഞു. അതിന് തയ്യാറല്ല എന്ന് പ്രഖ്യാപിച്ചു കഴിഞ്ഞു. കാശ്മീർ പ്രശ്നം ഞങ്ങൾ തമ്മിൽ ചർച്ച ചെയ്ത് തീർക്കുന്ന പ്രശ്നമാണെന്ന് ഷിംല കരാറിൽ തന്നെ വളരെ വ്യക്തമായിട്ട് പറഞ്ഞതാണ്. അതിൽ ഇനി അമേരിക്കയല്ല ആര് വന്നാലും, ട്രംപ് ആര് വന്നാലും നിങ്ങൾ ചെയ്ത സഹായത്തിന് നന്ദി, പക്ഷേ ഒരു മൂന്നാം കക്ഷിയുടെ ഇടപെടൽ അത് ലോകത്തെ ഏത് ശക്തിയാണെങ്കിലും ഞങ്ങൾ അംഗീകരിക്കില്ല എന്ന് ഈ ഏതാനും
മണിക്കൂറുകൾക്ക് മുമ്പ് കഴിഞ്ഞ ദിവസം ഇന്ത്യ വ്യക്തമാക്കി പറഞ്ഞിട്ടുണ്ട്. ശരി, അതാണ് ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കാര്യം. ഞാൻ അങ്കിലേക്ക് വരാം ശ്രീ എം ഷിനാസ്, ഞാൻ അങ്കിലേക്ക് വരാം. ശ്രീ പി എം നാരായണൻ, ഈ കാശ്മീർ വിഷയത്തെ അന്താരാഷ്ട്രവൽക്കരിക്കുക എന്ന് പറയുന്നത് പാകിസ്ഥാന്റെ ഒരു അജണ്ടയാണ്. ഇതിലൊരു ന്യൂട്രൽ രാജ്യത്തിന്റെ സാന്നിധ്യം എന്ന് പറയുമ്പോൾ നമ്മൾ അവതരിപ്പിക്കുന്നത് വാദമായി മാറും. അതായത് കാശ്മീരിനെ കുറിച്ച് നമ്മൾ മുന്നോട്ട് വെക്കുന്നത് വാദമായി മാറും. എങ്ങനെ? പാകിസ്ഥാന് തുല്യമായി ഒരു ന്യൂട്രൽ രാജ്യം എന്ന് പറയുമ്പോൾ നമ്മൾ ആ പദവിയിലല്ലാത്ത, നമ്മൾ ഉന്നയിക്കുന്നത് അവകാശവാദം മാത്രമായ ഒന്നായി മാറും എന്നുള്ളതാണ് പ്രശ്നം. അത് മറ്റൊരിടത്ത് ചർച്ച ചെയ്യുകയോ അതിലൊരു പരിഹാരം സാധ്യമാവുകയോ അതിൽ ഒരു സമവായം ഉണ്ടാക്കാനുള്ള ശ്രമങ്ങൾ ഉണ്ടാവുകയോ വിട്ടുവീഴ്ചയ്ക്ക് വേണ്ടി മറ്റുള്ളവർ ആഹ്വാനം ചെയ്യുകയോ എന്ന് പറയുന്നത് നമുക്ക് ചിന്തിക്കാൻ പോലും സാധ്യമല്ലാത്ത ഒന്നു തന്നെയാണ്. അങ്ങനെ പാകിസ്ഥാന്റെ ഇത്തരം അവകാശവാദങ്ങൾക്ക് ചെവി കൊടുക്കുന്ന ഏതെങ്കിലും ഒരു രാജ്യത്തെ ന്യൂട്രൽ എന്ന് വിളിക്കാൻ പോലും സാധ്യമല്ല എന്നുള്ളതാണ് നമ്മുടെ പ്രഖ്യാപിതമായ നയം എന്ന് പറയുന്നത്. ആ തരത്തിൽ കശ്മീർ വിഷയത്തെ അന്താരാഷ്ട്രവൽക്കരിക്കാൻ, ഇതിപ്പോൾ ഒരു യുദ്ധത്തിന്റെ ഇടയ്ക്ക് നിന്നുകൊണ്ട് ചർച്ചകൾ നടത്തി സമാധാനത്തിനുള്ള വഴിയൊരുക്കാൻ മറ്റൊരു രാജ്യം ഇടപെടുന്നോ ഇല്ലയോ എന്നുള്ളത് നമ്മൾ നയപരമായി ചർച്ച ചെയ്തെടുക്കേണ്ട പുതിയ കാലത്തിന്റെ ആവശ്യമാണ്. പക്ഷേ കശ്മീർ വിഷയത്തിൽ മൂന്നാമൊരു രാജ്യം ഇടപെടുന്നു എന്നുള്ളത് നമ്മൾ ചർച്ച ചെയ്തെടുക്കേണ്ടതേയല്ല, നമ്മൾ കൈക്കൊള്ളേണ്ടതേയല്ല. നമുക്ക് എല്ലാ കാലത്തും വിമുഖത മാത്രം കാണിക്കാൻ കഴിയുന്ന, നേരത്തെ പറഞ്ഞതുപോലെ ചുട്ട മറുപടി കൊടുത്ത് ശരി ഇരിക്കട്ടെ എന്ന് പറഞ്ഞയക്കാൻ മാത്രം കഴിയുന്നൊരു വിഷയമാണ്. തീർച്ചയായിട്ടും. അതായത് ഈ കാശ്മീർ പ്രശ്നത്തിൽ ഒരു ചർച്ച ഇല്ല. ബേസിക്കലി ഇന്ത്യയുടെ ഭാഗത്തു നിന്നും അങ്ങനത്തെ ഒരു ചർച്ചയുടെ ഒരു സ്കോപ്പ് തന്നെയല്ല. കാരണം ഇന്ത്യൻ പാർലമെൻറ്റ് അംഗീകരിച്ചതാണ് കാശ്മീരും POKയും ഗിൽഗിറ്റ് ബാൾട്ടിസ്ഥാനും. ഇത് മൂന്നും ഇന്ത്യയുടെ ഭാഗമാണെന്ന് ഇന്ത്യ ഒരു ഗവൺമെൻറ് അല്ല, അത് അനേകം വർഷങ്ങൾക്ക് മുമ്പേ ഇന്ത്യൻ പാർലമെൻറ്റ് അംഗീകരിച്ച സാധനമാണ്. അതുകൊണ്ട് തന്നെ കാശ്മീരിനെ കുറിച്ച് പാകിസ്ഥാനോടൊരു ചർച്ച എന്നുള്ളത് ഇന്ത്യയുടെ ഭാഗത്തുനിന്ന് ഉദിക്കുന്നേയില്ല. പിന്നെയുള്ളൊരു പ്രധാന സംഗതി, പാകിസ്ഥാനോട് ഇന്ത്യക്ക് ചർച്ച ചെയ്യാനുള്ളത് പ്രധാനമായും ഒരു കാര്യത്തിൽ മാത്രമാണ്, ടെററിസം എന്ന ഒരു എലമെൻറ്റിൽ മാത്രം. ഇതിൻ്റെ ഒരു കോണ്ടെക്സ്റ്റിൽ നമ്മൾ പറയുകയാണെങ്കിൽ പാകിസ്ഥാന് ഇന്ത്യയോട് നേരിട്ട് യുദ്ധം ചെയ്യാനോ ജയിക്കാനോ ഒരു കാലത്തും സാധിക്കില്ല. കാരണം അത് 1971 തെളിയിച്ചതാണ്. എന്താണ് ഉണ്ടായതെന്ന് നമുക്കറിയാം. പാകിസ്ഥാൻ എന്നത് രണ്ടായി പിളർന്ന് ബംഗ്ലാദേശ് എന്നൊരു രാജ്യം കൂടെ ഉണ്ടായി. അത് അന്ന് മുതൽക്ക് പാകിസ്ഥാൻ അറിയാവുന്ന കാര്യമാണ്. ഇന്ത്യയോട് നേരിട്ട് യുദ്ധം ചെയ്യാൻ പറ്റില്ല എന്നുള്ളത്. അതുകൊണ്ടാണ് ഈ ഒരു 1000 കട്ടും ചോരയേൽപ്പിക്കലും എന്നുള്ള പ്രയോഗങ്ങളൊക്കെ വന്നത്. ഇപ്പോൾ നമ്മളുടെ മുമ്പിലുണ്ടായത് എന്താണെന്ന് വെച്ചാൽ, അതുകൊണ്ടാണ് കഴിഞ്ഞ 10-35 വർഷമായിട്ട് ഭീകരവാദികളെ ഉപയോഗിച്ചുകൊണ്ട് ഈ പാകിസ്ഥാൻ നിരന്തരം ഇന്ത്യയെ പ്രൊവോക്ക് ചെയ്തുകൊണ്ടിരിക്കുന്നത്. പക്ഷേ ഇന്ത്യയുടെ ഭാഗത്തു നിന്നും വളരെ വ്യക്തമായിട്ടുള്ള ഗ്രാജുവലായിട്ടുള്ള മറുപടി ഇതിനകത്ത് ഉണ്ടായിട്ടുണ്ട്. ഞാനൊക്കെ ഓർക്കുന്നുണ്ട്, നമ്മൾ 25 വർഷമായിട്ട് ഇത് കവർ ചെയ്യുന്നതുകൊണ്ട് അറിയാം. 1999 ഈ IC 814 റാഞ്ചി കൊണ്ടുപോയപ്പോൾ 3 ഭീകരവാദികളെ നമ്മൾ കാണ്ഡഹാറിൽ കൊണ്ട് അവർക്ക് സമർപ്പിച്ച് തിരിച്ചു പോരുകയാണ് ചെയ്തത്. അതിൽ നിന്നും 2025 ആയപ്പോൾ അവിടുത്തെ 9 ഭീകരവാദ കേന്ദ്രങ്ങളെയും അതിലുള്ള ഭീകരവാദികളെയും പൊട്ടിത്തെറിപ്പിച്ചുകൊണ്ടാണ് നമ്മൾ അതിന് മറുപടി കൊടുത്തത്. ഈ ചേഞ്ച് കഴിഞ്ഞൊരു 10-25 വർഷത്തിനുള്ളിൽ ഇന്ത്യയുടെ ഭാഗത്തുനിന്നുണ്ടായ ചേഞ്ച് പലപ്പോഴും പാകിസ്ഥാൻ അറിയുന്നില്ല, പല ലോകരാജ്യങ്ങളും ഇത് മനസ്സിലാക്കിയിട്ടില്ല. ഇന്ത്യയുടെ ഇനീഷ്യൽ നിലപാട് തന്നെ അതായിരുന്നു. ഞങ്ങൾ യുദ്ധം ചെയ്തത് പാകിസ്ഥാനി സിവിലിയൻ പോപ്പുലേഷനോടല്ല, പാകിസ്ഥാനി ആർമിയോടല്ല. ഞങ്ങൾ യുദ്ധം ചെയ്തത് നിങ്ങളുടെ മണ്ണിൽ പ്രവർത്തിക്കുന്ന ഭീകരവാദികളോട് മാത്രമാണ് എന്നുള്ള ഒരു നിലപാടിൽ നിന്നുകൊണ്ടാണ് നമ്മൾ അവിടെ പോയിട്ട് ആക്രമിച്ചത്. പാകിസ്ഥാൻ തന്നെ പറയുന്നൊരു കാര്യമുണ്ട്, ഞങ്ങളാണ് ലോകത്തെ ഏറ്റവും വലിയ ഭീകരവാദത്തിൻ്റെ ഇരകൾ എന്നുള്ളത്. പാകിസ്ഥാൻ പറയുന്നത് ശരിയാണ്. കാരണം ലോക ടെററിസം ഇൻഡെക്സിൽ 2ാം സ്ഥാനത്താണ് പാകിസ്ഥാൻ നിലനിൽക്കുന്നത്. അങ്ങനെയാണെങ്കിൽ ലോക ഏറ്റവും വലിയ ഭീകരവാദത്തിൻ്റെ ഇരകളാണെങ്കിൽ, അങ്ങനെ ഇന്ത്യയുടെ ഭാഗത്തു നിന്നും ഭീകരവാദ കേന്ദ്രങ്ങൾ തകർത്ത് ഭീകരവാദികളെ കൊല്ലുന്നുണ്ടെങ്കിൽ പാകിസ്ഥാന് വേണ്ടത് എന്താണ്? പാകിസ്ഥാന് ഇന്ത്യയെ സഹായിക്കുകയാണ് വേണ്ടത്. എന്തുകൊണ്ട് പാകിസ്ഥാന് ഇത്രയും വലിയ വേദന സംഭവിക്കുന്നു, അല്ലെങ്കിൽ പാകിസ്ഥാൻ ആർമിക്ക് വേദന ഉണ്ടാവുന്നു? ഇവിടെയാണ് ഞാൻ നേരത്തെ പറഞ്ഞ ഒരു വിഷയം. ഈ പാകിസ്ഥാനി ഭീകരവാദികളും പാകിസ്ഥാനിലെ പട്ടാളവും തമ്മിലുള്ള ഒരു അണ്ടർസ്റ്റാൻഡിംഗ് ഉണ്ട്. ഇത് ലോകത്തിൽ പലർക്കും അറിയാമെങ്കിലും ലോകം പലപ്പോഴും നമ്മളോടാണ് തെളിവ് ചോദിക്കുന്നത്. നിങ്ങൾ തെളിയിക്കൂ. ഈ പെഹൽഗാമിൽ വന്ന് വെടിവെച്ച പോയ ആളുകൾ ഈ പാകിസ്ഥാൻകാരാണെന്ന് തെളിയിക്കേണ്ട ഉത്തരവാദിത്വം ഇന്ത്യക്കാണ് ലോകരാജ്യങ്ങൾ കെട്ടിവെക്കുന്നത്. ഇതാണ് ഇതിൻ്റെ ഒരു വൈരുദ്ധ്യം എന്നത്. അങ്ങനെയുള്ള സന്ദർഭത്തിൽ നമ്മൾക്ക്
വളരെ ഉറച്ച നിലപാട് കൂടിയാണ് ഇന്ത്യയുടെ ഒരു പ്രിസിഷൻ സ്ട്രൈക്ക് നടത്തിയത്. നമ്മൾ ഭീകരവാദത്തിനെതിരാണ്, ഞങ്ങൾ ഭീകരവാദികളെയാണ് ഞങ്ങൾ അറ്റാക്ക് ചെയ്യുന്നത്. ആ നിലപാടിൽ നിന്നുകൊണ്ട് ഭീകരവാദി സ്ഥാപനങ്ങളെയും ഭീകരവാദികളെയും ആണ് കൊന്നൊടുക്കിയത് ആദ്യ ഫേസിൽ. അവിടെ നിർത്താമായിരുന്നു, പാകിസ്ഥാൻ വേണമെങ്കിൽ അവിടെ തന്നെ നിർത്താമായിരുന്നു. പക്ഷേ പാകിസ്ഥാൻ തിരിച്ചടിച്ചു ഡ്രോണുകൾ ഉപയോഗിച്ച്. ഓപ്പറേഷൻ സിന്ദൂരിന്റെ ഒന്നാം ഘട്ടത്തിൽ ഇന്ത്യ പറഞ്ഞത് മുതൽ തന്നെയാണല്ലോ ശ്രീ പി എൻ നാരായണൻ, ഇവിടെ കൊണ്ട് അവസാനിപ്പിച്ചാൽ നിങ്ങൾക്ക് കൊള്ളാം എന്ന് പറയുന്നു. പക്ഷേ അത് ഉണ്ടാകുന്നില്ല. ഓപ്പറേഷൻ സിന്ദൂരിൽ കൊല ചെയ്യപ്പെട്ട ഭീകരവാദികളുടെ ഈ ശവമഞ്ചങ്ങൾക്ക് മുകളിൽ പാക് പതാക പതിപ്പിക്കുന്നു. അവിടേക്ക് മന്ത്രിമാരെത്തുന്നു, അവിടേക്ക് യൂണിഫോം ഇട്ട സൈനികരെത്തുന്നു. അവർ എല്ലാ ആദരവും നൽകിയിട്ടാണ് സംസ്കാര ചടങ്ങുകൾ പൂർത്തിയാക്കുന്നത്. അതിനു മുൻപ് വിളിച്ചത് സ്വാതന്ത്ര്യ പോരാളികൾ എന്നാണ്. ഇനിയും എന്താണ് തെളിയിക്കാനുള്ളത്? ഇവരാണ് ഭീകരതയുടെ ഈറ്റില്ലമെന്ന്. അതാണ് മാധു ഏറ്റവും വലിയ പ്രശ്നം. ഇവർ പല രൂപത്തിൽ വരും. സ്വാതന്ത്ര്യ സമര പോരാളികളായിട്ട് വരും, ഇവർ റെസിസ്റ്റന്റ് ഫോഴ്സുകളായിട്ട് വരും. ഇവരെല്ലാം ഭീകരവാദികളാണെന്ന് തെളിയിക്കേണ്ട ഉത്തരവാദിത്വം ഇന്ത്യക്കില്ല, ലോകത്തിലെ ഒരു രാജ്യത്തിനുമില്ല. ഇത് ലോകം ആവർത്തിച്ച് ലോകരാജ്യങ്ങളോട് പറഞ്ഞിട്ടുണ്ട്. ഇവിടെയാണ് നമ്മളുടെ ആ നിലപാടിൻ്റെ വ്യക്തത നമ്മൾ മനസ്സിലാക്കേണ്ടത്. അതുകൊണ്ടാണ് നമ്മൾ ആദ്യം ആക്രമിക്കുന്നത് തീവ്രവാദികളെയാണ്, തീവ്രവാദ കേന്ദ്രങ്ങളെയാണെന്ന് പറഞ്ഞുകൊണ്ടാണ് അതിനുശേഷം പിറ്റേ ദിവസം പത്രസമ്മേളനത്തിൽ ആർമിയിലുള്ള പത്രസമ്മേളനം പറയുന്നുമുണ്ട്, നമ്മൾ എസ്കലേഷൻ ആഗ്രഹിക്കുന്നില്ല, ഇത് പ്രൊപ്പോർഷനേറ്റ് ആണ്, ആനുപാതികമാണ്. നിങ്ങളിൽ നിന്നും എന്താണോ എനിക്ക് കിട്ടിയത് അതിന് മറുപടിയായി മാത്രമാണ് ഞാൻ നിങ്ങൾക്ക് തരുന്നത് എന്നുള്ള ഒരു നിലപാടിൽ നിന്നുകൊണ്ടാണ് ഇന്ത്യ ഇത് ചെയ്തത്. പക്ഷേ ഇതിന് ശേഷം സംഭവിച്ച കാര്യങ്ങൾ ആണ് ഇപ്പോൾ ഇന്ത്യയെ സംബന്ധിച്ചിടത്തോളം വലിയൊരു സാധ്യതയാണ്. കഴിഞ്ഞ 10-20 വർഷത്തിനുള്ളിൽ ഇന്ത്യക്ക് മുമ്പിൽ ഇത്രയും നല്ലൊരു സാധ്യത ഉണ്ടായിട്ടില്ല. കാരണം ഒരു നിലപാട് മാറ്റം ഇന്ത്യക്ക് മുന്നിൽ വന്നിട്ടുണ്ട്. അതായത് പാകിസ്ഥാനിൽ നിന്നും ഇനി ഒരു ഭീകരവാദി ഇന്ത്യയിലേക്ക് കടന്ന് ആക്രമിച്ചാൽ അന്ന് അതൊരു യുദ്ധപ്രഖ്യാപനമായി കണക്കിലെടുക്കുമെന്നും ഇന്ത്യൻ എസ്റ്റാബ്ലിഷ്മെന്റ് അതിന് എതിരെ കൃത്യമായ നിലപാടുകൾ എടുക്കുമെന്നുള്ള ഒരു മാറ്റം, ഒരു ചുവട് മാറ്റം ഇന്ത്യയുടെ ഭാഗത്തു നിന്നുണ്ടായത്. അതാണ് ഏറ്റവും വലിയൊരു നേട്ടമായി ഞാൻ ഇതിനെ ഏറ്റവും ശക്തമായ മുന്നറിയിപ്പും അത് തന്നെയാണ്. ഇനി വില കൊടുക്കാനില്ല, അത് യുദ്ധപ്രഖ്യാപനമായി തന്നെ കാണും. തിരിച്ചടി ഭയാനകമായിരിക്കുമെന്ന് പ്രഖ്യാപിച്ചുകൊണ്ടാണ് ഈ സീസ്ഫയറിലേക്ക് ഇന്ത്യ കടക്കുകയും ചെയ്തത്. മേജർ രവി, ഒരു യുദ്ധത്തിന്റെ മുഖത്ത് കരസേനാ നീക്കമടക്കം ഉണ്ടായി, യുദ്ധം എന്നുള്ളത് തന്നെ പ്രതീക്ഷിച്ചിരിക്കുന്ന ഒരു സമയത്താണ് സീസ് ഫയർ ഉണ്ടാകുന്നത്. അതിലെന്ത് തരത്തിലുള്ള ഇടപെടൽ ഉണ്ടായിട്ടുണ്ടെങ്കിലും സമാധാനം പുലരുക എന്നത് പറയുന്നത് ലോകം ഏറ്റവും കൂടുതൽ പ്രതീക്ഷയോടെ നോക്കുന്ന ഒരു കാര്യവുമാണ്. സീസ് ഫയർ പ്രഖ്യാപനമുണ്ടാകുന്നു, അന്ന് പ്രകോപനമുണ്ടാകുന്നു, ഇന്നലെയും നേരിയ തോതിലുള്ള പ്രകോപനമുണ്ടാകുന്നു. അത് നേരത്തെ പറഞ്ഞതുപോലെ അവരുടെ ഒരു ശീലം എന്ന നിലയ്ക്ക് കണ്ണടച്ചു കാണാൻ കഴിയുന്ന തോതിലേ ഉള്ളൂ എന്നതൊരു സമാധാനപരമായ കാര്യമാണ്. എന്നിരുന്നാലും ഈ സ്ഥിതി ഇനി വഷളാകാനുള്ള സാധ്യത എത്രത്തോളമാണ്? ഇനി ഇത് വഷളാവാനുള്ള സാധ്യത പാകിസ്ഥാനൊരു ശകലം ബുദ്ധി ഉണ്ടെങ്കിൽ, വിവേകമുണ്ടെങ്കിൽ അത്ര അധികം എനിക്ക് കാണുന്നില്ല. ബിക്കോസ് ആ ഇസ്ലാമാബാദിൽ നമ്മുടെ ആ ബോംബ് ചെന്ന് വീണതിൻ്റെ ഹാർഡ്ലി എനി ഡിസ്റ്റൻസിലാണ് ഇവരുടെ ന്യൂക്ലിയർ ഇൻസ്റ്റാളേഷൻ സ്ഥാപിച്ചിട്ടുള്ളതും അതിൻ്റെ കംപ്ലീറ്റ് സെറ്റപ്പുകളും ഇരിക്കുന്നത്. ഇതാണ് ഇവരെ ഏറ്റവും അധികം ഷോക്കടിപ്പിച്ച്. ഇത്രയും ഫ്ലൈ ചെയ്തിട്ട് ഈ മിസൈലിന് അവിടെ വന്ന് പതിക്കാമെങ്കിൽ ഒരു 2 കിലോമീറ്റർ, 5 കിലോമീറ്റർ, 10 കിലോമീറ്റർ എന്നുള്ളത് വലിയ ഡിസ്റ്റൻസ് അല്ല. ഈ സമയത്താണ് ഇമ്മീഡിയറ്റ്ലി ദേ കോൾ അപ്പ് അമേരിക്ക ട്രൈ ടു ടേക്ക് ദ അഡ്വാൻറ്റേജ് ഓഫ് ഇറ്റ്. ഞങ്ങൾ സംസാരിച്ചിട്ടാണ്. പക്ഷേ ഈ സംസാരിച്ച സമയത്ത് തന്നെ പാകിസ്ഥാൻ DGMO കോൾഡ് അപ്പ് ദ ഇന്ത്യൻ DGMO. അവരായിട്ടുള്ളൊരു അണ്ടർസ്റ്റാൻഡിങ്. അപ്പോഴേ ഇന്ത്യൻ DGMO ഇത്രേ പറഞ്ഞിട്ടുള്ളൂ, നിങ്ങൾ തന്നതിന് ഞങ്ങൾ തിരിച്ചു തന്നു, അതിനെ നിങ്ങൾ റിട്ടാലിയേറ്റ് ചെയ്തു, ഞങ്ങൾ റിട്ടാലിയേറ്റ് ചെയ്തു. ഈ റിട്ടാലിയേഷൻ ഇനിയും നടക്കും. നിങ്ങൾ ഇനിയും നിർത്തിയില്ലെങ്കിൽ ഇത് തന്നെയായിരിക്കും. നിങ്ങൾക്ക് തയ്യാറാണെങ്കിൽ ഞങ്ങൾ വി ആർ ഓൾസോ റെഡി എന്നുള്ളൊരു സംഭവം നടന്നു. പക്ഷേ അതിൽ 8 കാലം മുഞ്ഞ് ഒരു അഡ്വാൻറ്റേജ് എടുത്ത് 5 മണിക്ക് ട്വിറ്റർ അടിച്ചിട്ട് അമേരിക്ക പറഞ്ഞു ഞങ്ങൾ തീരുമാനിച്ച പോലെയാണെന്നുള്ളത്. നമുക്ക് അവർ പറഞ്ഞോ അല്ലെങ്കിൽ നമ്മുടെ പോളിസിയാണ്. തേർഡ് പാർട്ടീനെ നമ്മൾ ഒരിക്കലും ഇതിനകത്ത് മീഡിയോക്കറായിട്ട് ഒരിക്കലും ഇന്ത്യ പാകിസ്ഥാൻ സംഭവത്തിനകത്ത് നമ്മൾ അക്സെപ്റ്റ് ചെയ്യില്ല എന്നുള്ളൊരു പോളിസി നമ്മൾ എടുത്തിട്ടുണ്ട്. ആ പോളിസിയെ നമ്മൾ കൃത്യമായിട്ട് നമ്മൾ പാലിക്കുകയും ചെയ്യുന്നുണ്ട്. ഇവിടെ അത് വേറൊരു സംഭവം എന്ന് വെച്ചാൽ പല കാര്യങ്ങളും ഞാൻ പലപ്പോഴും പറയാൻ ആഗ്രഹിച്ചാണ്. ഇന്ത്യയുടെ ഇന്നത്തെ കപ്പാസിറ്റി എന്ന് പറയുന്നത്, നമ്മൾ ബോഫേഴ്സ് പണ്ട് സ്വീഡൻ എന്നൊക്കെ വരുത്തിച്ച് ഇവിടെ കൊണ്ടുവന്ന വലിയ കോലാഹലങ്ങളായിരുന്നു. പിന്നീട് ഈ രാജ്യം ഏത് രാജ്യത്ത് നിന്ന് നമ്മളൊരു വെപ്പൻസ് വാങ്ങിക്കുന്ന സമയത്ത് പിന്നീട് ഇവരുടെ ബ്ലാക്ക് മെയിലിംഗ് എങ്ങനെയാണെന്ന് ചോദിച്ചു, അതിൻ്റെ ആംനേഷൻ്റെ മുകളിൽ ഇവന്മാർ വില കൂട്ടിക്കൊണ്ടിരിക്കും. ഈ ആംനേഷൻ സ്വീഡൻ്റെ ഈ ബോഫേഴ്സിൻ്റെ ആംനേഷന് ഇവർ 10 മടങ്ങ് വില കൂട്ടിക്കൊണ്ട് ഇന്ത്യക്ക് വാങ്ങിക്കാനുള്ള കപ്പാസിറ്റി കുറച്ചുകൊണ്ടിരിക്കുകയായിരുന്നു. ഈ സമയത്താണ് നമ്മുടെ മെയ്ക്ക് ഇൻ ഇന്ത്യയിൽ ഇതും കൂടെ ചേർത്തു, ഇതിൻ്റെ ആംനേഷൻ കൂടെ.
ഈ 155 ആമിനേഷൻ കൂടെ ചേർത്ത് സൈമൾട്ടേനിയസ്ലി വി മെയ്ഡ് എ പാരലൽ ടു ബോഫേഴ്സ് അതുപോലൊരു ഗണ്ണിനെ നിർത്തിയിട്ട് ഇതിൻ്റെ ടെസ്റ്റിംഗ് ഞാൻ ദേവലാലിയിൽ ഞാൻ കണ്ടതാണ്. 2 ഗണ്ണും ഒരുമിച്ച് കൊണ്ടുവന്നിട്ട് നിർത്തി റെഡി ടു ഫയർ എന്നുള്ളത് ആ ടൈമിംഗ് വെച്ച് സ്റ്റോപ്പ് വെച്ച് നമുക്ക് കാണാം. അതിനകത്ത് സ്വീഡനിൽ നിന്ന് വന്നിരുന്ന ബോഫേഴ്സിനെ വെട്ടിച്ചുകൊണ്ട് നമ്മൾ 17 സെക്കൻഡ് കൊണ്ട് റെഡിയായിരിക്കുന്നു, മറ്റത് 29-30 സെക്കൻഡിലാണ് റെഡിയായിരിക്കുന്നത്. അപ്പോൾ ആ ലെവലിൽ നമ്മൾ ഇന്ത്യ മുന്നോട്ട് പോയിരിക്കുന്നു. ഇത് പറയാൻ എന്താ കാരണം എന്ന് പറഞ്ഞാൽ നമ്മൾ ഈ ഇൻഡിജീനിയസ് എന്ന് പറയുന്ന സമയത്ത് അത് ക്വാളിറ്റി ഉണ്ടോ? ഫസ്റ്റ് ഓഫ് ഓൾ ഹാവ് ദ കോൺഫിഡൻസ് ഇൻ യുവർ കൺട്രി. അതാണ് ഇന്നിപ്പോൾ അവിടെ നമ്മളെ സംബന്ധിച്ചുള്ള ഇപ്പം നമ്മൾ സ്വീഡൻ നാമിനേഷൻ വാങ്ങിക്കുന്നില്ല, നമുക്ക് വില കുറഞ്ഞു, ഇതിൻ്റെ കോസ്റ്റ് ഓഫ് മേക്കിംഗ് കുറഞ്ഞു. ഇതുപോലെ നമ്മൾ രാജ്യം മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുന്ന സമയത്ത് ഈ ഇസ്ലാമാബാദിൽ ഇത് ഇട്ട സമയത്തുള്ള ഇമ്പാക്റ്റായിരുന്നു ഈ സീസ് ഫയറിന് വേണ്ടി അവർ റിക്വസ്റ്റ് ചെയ്തത്. ആ റിക്വസ്റ്റ് നമ്മൾ മാനിച്ചെങ്കിലും പിന്നീടും അവരൊന്ന് നോക്കി എന്തെങ്കിലും ചെയ്യാൻ പറ്റും. പക്ഷേ ഇന്നലത്തെ പ്രസ് മീറ്റ്, ആ ബ്രീഫിംഗ്, ഐ വാസ് വാച്ചിങ് ഇറ്റ് വെരി ക്ലോസ്ലി. വളരെയധികം സ്ട്രോങ് ആയിട്ടുള്ള ആ ഒരു ഫേസ്, ആ പേഴ്സണാലിറ്റീസിൻ്റെ ഫേസിൽ പറഞ്ഞിട്ടുണ്ട്. അത് ആർമിയുടെ ആ ഒരു വേർഡ് തന്നെയാണ്, എനി ഇഫ് യു ഡു സംതിങ് ദെൻ ഡോണ്ട് ആസ്ക് us ടു പാർഡൺ യു എന്നുള്ള വേർഡാണ് നമ്മുടെ ആർമിയുടെ ആ ബ്രീഫിങ്ങിലുണ്ടായിരുന്നത്. അത് ഡെഫിനറ്റായിട്ടും ഇന്ത്യ ചെയ്തിരിക്കും. അപ്പോൾ ഏതായാലും മാധു നേരത്തെ ചോദിച്ചപ്പോൾ അങ്ങനൊരു നമുക്ക് ഭയക്കേണ്ടതായിട്ടുള്ള ഇപ്പോൾ ഒന്നുമില്ല. ബിക്കോസ് ദേ അണ്ടർസ്റ്റുഡ് അവരുടെ കയ്യിലിരിക്കുന്ന ഈ ഡ്യൂപ്ലിക്കേറ്റ് സാധനങ്ങളും നമ്മുടെ കയ്യിലിരിക്കുന്ന ഈ ഒറിജിനൽ സാധനം കൂടെ കമ്പാരിസൺ ഈ 4 ദിവസം കൊണ്ട് അവർ ചെയ്തു കഴിഞ്ഞു. അവർക്ക് മനസ്സിലായി എൻ്റെ കയ്യിൽ ഇതാണ്, ഇതുകൊണ്ട് ഞാനിവരെ തടുക്കാൻ പറ്റില്ല. അപ്പോഴാണ് പെട്ടെന്ന് നോക്കുന്ന സമയത്ത് ഒരു മിസൈൽ അവിടെ പോയിട്ട് വീഴുന്നു, ഈ സ്ഥലത്ത് എത്തിയെന്ന് പറയുന്ന സമയത്ത് അപ്പോൾ മനസ്സിലായി ഈവൻ ദ റഡാർസ് ആർ നോട്ട് വർക്കിംഗ് പ്രോപ്പർലി. നേരത്തെ രഘു പറഞ്ഞ പോലെ വി ഗോട്ട് പ്രസിഷൻ, അത് 5 മീറ്റേഴ്സിൻ്റെ പ്രസിഷനിലാണ് നമ്മുടെ മിസൈലുകൾ പതിക്കുന്നത്. ഈ 5 മീറ്റർ എന്ന് പറയുമ്പോൾ എന്താണെന്നറിയോ, ജനങ്ങൾ മനസ്സിലാക്കണം, ഇത് ഫ്ലൈ ചെയ്യുന്നത് 70 കിലോമീറ്റർ 80 കിലോമീറ്റേഴ്സും 100 കിലോമീറ്റർ 200 കിലോമീറ്റർ അപ്പുറത്ത് പോയിട്ടാണ് ഇത് പതിക്കുന്നത്. ആ സ്ഥലത്താണ് നമ്മൾ പറഞ്ഞിട്ടുള്ള സ്ഥലത്തിൻ്റെ 5 മീറ്ററിനകത്ത് ഈ മിസൈൽ പോയി പതിക്കുന്നത്. ഇതൊരു വെറും പിസ്റ്റൾ ഫയറിംഗ് അല്ല, ഒരു ടാർഗറ്റിന് നമുക്ക് 10 മീറ്ററിലോ 20 മീറ്ററിൻ്റെ അല്ല, ഇത് കിലോമീറ്ററോളം ദൂരത്ത് പോകണമെങ്കിൽ അപ്പോൾ നമ്മുടെ സേനയുടെ വാർത്താ സമ്മേളനത്തിലും അത് വളരെ വ്യക്തമായിരുന്നു. നമ്മൾ എവിടെ നിന്നാണ് ഇത് ഫയർ ചെയ്യുന്നത്, എവിടെയായിരുന്നു നമ്മുടെ ലക്ഷ്യസ്ഥാനം, എവിടെയാണത് പതിച്ചത്, അതുണ്ടാക്കിയ ഡാമേജ് എത്രത്തോളമാണ് എന്നത് കൃത്യമായ ചിത്രങ്ങളുടെ അടക്കം സഹായത്തോടെയാണ് സേന വാർത്താ സമ്മേളനത്തിൽ വ്യക്തമാക്കിയത്. പക്ഷേ പാകിസ്ഥാൻ അത് വ്യക്തമാക്കുന്നത് ചില ഫയറിംഗ് മാത്രം വെച്ചുകൊണ്ട്, എവിടേക്കാണെന്നോ എന്താണെന്നോ വ്യക്തമാക്കാത്ത തരത്തിലുള്ള ചില വിഷ്വൽസ് മാത്രം വെച്ചുകൊണ്ടാണ് പാകിസ്ഥാൻ അത് വിവരിക്കാൻ കഴിഞ്ഞിട്ടുള്ളത്. അതിനപ്പുറത്തേക്ക് സാമുദായികമായ താല്പര്യങ്ങൾ ഉന്നയിച്ചുകൊണ്ടുള്ള ചില പ്രഘോഷണങ്ങൾ, ചില മുദ്രാവാക്യങ്ങൾ, ചില റീലുകൾ ഒക്കെ വെച്ചുകൊണ്ടാണ് ഇന്ത്യൻ സേനയുടെ ഏറ്റവും കൃത്യമായ വിശദീകരണത്തെ കൗണ്ടർ നൽകാൻ പാകിസ്ഥാന്റെ വിഫലമായ ശ്രമം ഉണ്ടാകുന്നത് എന്നുള്ളതൊക്കെ എന്താണ് ഇന്ത്യ, എന്താണ് പാകിസ്ഥാൻ എന്നത് ലോകത്തിന് മുന്നിൽ വ്യക്തമാക്കുന്ന ഉദാഹരണങ്ങളാണ്. ശ്രീ രഘുനാഥ് നായർ, ഇപ്പോൾ ഈ സീസ് ഫയർ നിലവിൽ വന്നതിന് ശേഷം ഉണ്ടാകുന്ന ചെറിയ പ്രകോപനങ്ങളുണ്ട്, ചിലയിടങ്ങളിൽ ഡ്രോണുകൾ ഉണ്ടാകുന്നു എന്ന് പറയുന്നു. അതുകൊണ്ട് തന്നെ ബ്ലാക്ക് ഔട്ടിലേക്ക് വീണ്ടും പോകേണ്ടി വരുന്ന സാഹചര്യം ഇന്നലെ പോലും ചിലയിടങ്ങളിൽ ഉണ്ടാകുന്നുണ്ട്. എന്നാലും സ്വതവേ സമാധാനപരമാണ് എന്ന് പിന്നീട് സേന വിശദീകരിക്കുന്ന സാഹചര്യവുമുണ്ട്. സാധാരണഗതിയിൽ ഇങ്ങനെ സമാധാനം പുലരുന്നു എന്ന ഒരു തത്വത്തിൽ ബോധ്യം വരുമ്പോഴും സേന സ്വീകരിക്കുന്ന ഒരു നയവും നിലപാടും എന്താണ്? ഏതു തരത്തിൽ പിന്നീട് ആക്രമണ സജ്ജമായിരിക്കും, പ്രതിരോധ സജ്ജമായിരിക്കും സാധാരണഗതിയിൽ സേന? നമ്മൾ ഇപ്പോൾ ഈ ഒരു സിറ്റുവേഷനിൽ നമ്മൾ പിന്നെ ആക്രമണ സജ്ജമായിരിക്കും. എന്ത് വന്നു കഴിഞ്ഞാലും അതിന് പ്രത്യാക്രമണം നടത്താനുള്ള തയ്യാറെടുപ്പിലായിരിക്കും. പതുക്കെ ഇതങ്ങ് ഡീഎസ്കലേറ്റ് ചെയ്യും. അപ്പോൾ നമ്മളിപ്പോൾ കൃത്യമായിട്ട് പറഞ്ഞിട്ടുണ്ട്, എന്തൊരു മിസ്അഡ്വെഞ്ചർ അവിടുന്ന് നടന്നു കഴിഞ്ഞാലും ദാറ്റ് വിൽ ബി റിട്ടാലിയേറ്റഡ് വിത്ത് വെരി ഹെവി ഫോഴ്സ് എന്ന് പറഞ്ഞിട്ട് വളരെ കൃത്യമായിട്ട് അത് പറഞ്ഞിട്ടുണ്ട്. പക്ഷേ ഇവിടെ പ്രശ്നമെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പാകിസ്ഥാൻ 65-ൽ പഠിച്ചില്ല, 71-ൽ പഠിച്ചില്ല, കാർഗിൽ വാറിൽ പഠിച്ചില്ല, ഒരിക്കലും പഠിച്ചിട്ടില്ല. അത് പാകിസ്ഥാൻ്റെ സ്വഭാവമാണ്. അവർ പഠിക്കില്ല. കാരണം അവർക്ക് ആകെ അവിടെ ജീവിക്കാൻ പാകിസ്ഥാനികൾക്ക് വേണ്ട ഭക്ഷണം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ആൻറ്റി ഇന്ത്യ സെൻറ്റിമെൻറ്റ്സ് മാത്രമാണ്. അവർക്ക് ഭക്ഷണം കഴിച്ചില്ലെങ്കിലും വേണ്ടില്ല. അപ്പം നാളെ ഇത് വീണ്ടും ഇതേപോലെയുള്ള ഒരു ഓപ്പറേഷൻസ് അവരുടെ ഭാഗത്തു നിന്നുണ്ടാവും, തീവ്രവാദി ആക്രമണങ്ങളുണ്ടാവും. നമ്മുടെ സർക്കാർ ഇന്ന് പറഞ്ഞിട്ടുണ്ട്, ഇനി ഭാവിയിൽ വരുന്ന എന്തൊരു തീവ്രവാദി ആക്രമണത്തിനെയും ഞങ്ങൾ യുദ്ധമായിട്ട് കരുതുമെന്ന് പറഞ്ഞിട്ടുണ്ട്. അതിപ്പോൾ ഈ പറഞ്ഞു തന്ന ലോകരാഷ്ട്രങ്ങളെല്ലാവരും അംഗീകരിച്ചിട്ടുണ്ട് എന്ന് തന്നെ വയ്ക്കാം. 4 കൊല്ലം വേണ്ട ഇനിയും തികച്ച്. ട്രംപ് മാറി മറ്റൊരു പ്രസിഡന്റ് വരും, ഇപ്പം അവരുടെ പോളിസി മാറും. അതുപോലെ ലോകരാഷ്ട്രങ്ങളിൽ ഇന്ത്യയിലടക്കം ഇതുപോലെ തന്നെ ഭരണമാറ്റങ്ങളും ഒക്കെ ഉണ്ടാവും. അപ്പോൾ ആ സമയത്തെ പൊളിറ്റിക്കൽ സിറ്റുവേഷൻ അനുസരിച്ചിട്ട് ഇന്ത്യ തിരിച്ചിനി ഇതുപോലെ തന്നെ പ്രഹരം ഏൽപ്പിക്കാൻ പോയി കഴിഞ്ഞാൽ, തിരിച്ചടിക്കാൻ പോയി കഴിഞ്ഞാൽ വീണ്ടും ലോകരാഷ്ട്രങ്ങൾ ഇതുപോലെ തന്നെ വരും.
അപ്പോൾ ഇതിൻ്റെ ഒരു ഏറ്റവും വലിയ സത്യം പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ ഈ ഒരു ടെററിസത്തിൻ്റെ ലോകത്തിലെ തന്നെ ഏറ്റവും വലിയ വിക്റ്റിമാണ് ഇസ്രായേലും ഇന്ത്യയും. ഇസ്രായേലിൻ്റെ കാര്യം അവിടെ നിൽക്കട്ടെ. നമ്മൾ 1947 ഈ പറഞ്ഞ പാക് ഓക്കുപ്പൈഡ് കാശ്മീർ എന്ന് പറയുന്നത് നമ്മുടെ കയ്യിൽ നിന്ന് പോകുന്നത്. 65 നമുക്കൊരു ഓപ്പർച്യൂണിറ്റി ഉണ്ടായിരുന്നു തിരിച്ചു പിടിക്കാനായിട്ട്, നമ്മൾ തിരിച്ചു പിടിച്ചില്ല. 71 നമുക്കൊരു ഓപ്പർച്യൂണിറ്റി ഉണ്ടായിരുന്നു തിരിച്ചു പിടിക്കാനായിട്ട്, തിരിച്ചു പിടിച്ചില്ല. 77 ശേഷം അവർ കഹൂട്ട അറ്റോമിക് പ്ലാന്റ് ഇനോഗ്രേറ്റ് ചെയ്യാനായിട്ട് തയ്യാറായി, അറ്റോമിക് പവറായിട്ട് മാറുകയാണ്. അന്ന് നമ്മുടെ റോ അവിടെ വളരെ ശക്തമായിട്ടുണ്ടായിരുന്നു. നമ്മുടെ റോ ആ കഹൂട്ട അറ്റോമിക് പ്ലാന്റിനെ, ആ പ്രോജക്റ്റിനെ കംപ്ലീറ്റ്ലി അവിടെ ഇരുന്നുകൊണ്ട് തന്നെ നശിപ്പിക്കാനായിട്ട് തയ്യാറെടുത്ത് എല്ലാം 100% സെറ്റായി കഴിഞ്ഞപ്പോൾ ഈ ഇൻഫർമേഷൻ ഇസ്രായേലും കൂടെ ചേർന്നിട്ടായിരുന്നു. ഈ ഇൻഫർമേഷൻ എങ്ങനെയോ പാകിസ്ഥാന് കിട്ടി. അന്ന് സുൽഫിക്കർ അലി ഭൂട്ടോ നമ്മുടെ അന്നത്തെ പ്രധാനമന്ത്രി മൊറാർജി ദേശായിയെ വിളിച്ചിട്ട് പറഞ്ഞു, വളരെ ഫ്രണ്ട്ലി ആയിട്ട് പറഞ്ഞു, ഇതെന്തിനാണ് ഇങ്ങനെയാണ് അങ്ങനെയാണെന്ന് പറഞ്ഞ് ഇവർ പോളിഷ് ചെയ്ത് സംസാരിക്കാൻ ഈ പാകിസ്ഥാനികൾ ഭയങ്കര മിടുക്കന്മാരാണ്. അവരുടെ കാര്യം കാണുന്നവരെ അവർക്കൊരു ശക്തി ഉണ്ടെന്ന് കണ്ടു കഴിഞ്ഞാൽ, അല്ലെങ്കിൽ അവരിപ്പോൾ നോ മോർ ദെയർ അറ്റ് എ വീക്കർ സൈഡ് എന്ന് കണ്ടു കഴിഞ്ഞാൽ അവരുടെ ശരിയായ സ്വരൂപം എടുക്കും. ഇതൊരു സ്വഭാവമാണ്. അപ്പം അങ്ങനെ സുൽഫിക്കർ അലി ഭൂട്ടോ മൊറാർജി ദേശായിയെ കൊണ്ട് ഈ റോനെ നിഷ്പ്രഭമാക്കി റോനോട് ഓപ്പറേഷൻസ് മുഴുവൻ ക്യാൻസൽ ചെയ്യാനായിട്ട് പറഞ്ഞു. അവരുടെ ഫണ്ടിങ് പൂർണ്ണമായിട്ട് നിർത്തി. അതിനുശേഷം ഇദ്ദേഹം ശുദ്ധമനസ്സോടുകൂടി ചെയ്തതാണോ എന്താണെന്ന് അറിയില്ല, ഇവരുടെ വേറെ ബോട്ട്സും ഈ ഇൻഫർമേഷൻസും ഭൂട്ടോന് കിട്ടുകയും നമ്മുടെ ഈ റോൻ്റെ പോരാളികളെ മുഴുവൻ പാകിസ്ഥാൻ തെരഞ്ഞു പിടിച്ച് കൊന്നുകളഞ്ഞു. അങ്ങേറ്റം ദയനീയമായ ഒരു സംഭവമാണ് അവിടെ നടന്നത്. അല്ലെങ്കിൽ ആ കഹൂട്ടാന്ന് നശിപ്പിച്ചത്. അതിനുശേഷം 80 മുതൽ 84 വരെ അന്ന് ഇന്ദിരാഗാന്ധി ഇന്ത്യ ഭരിക്കുന്നത്. ഇസ്രായേൽ പല പ്രാവശ്യം പറഞ്ഞു ഈ അറ്റോമിക് ബോംബ് ഇവരുണ്ടാക്കുന്ന അതിന് ഇസ്ലാമിക് ബോംബ് എന്നാണ് പേരിട്ടിരിക്കുന്നത്. അത് ഇന്ത്യക്കും ഇസ്രായേലിനും ഒരുപോലെ പാരയാണ്. ഞങ്ങൾ ഇസ്രായേലിൽ നിന്ന് വന്നിട്ട് ടേക്ക് ഓഫ് ചെയ്ത് അവിടെ നിന്ന് വന്നിട്ട് ഈ കഹൂട്ട ഇവരുടെ കംപ്ലീറ്റ് അറ്റോമിക് ഇൻഫ്രാസ്ട്രക്ചർ ഞങ്ങൾ നശിപ്പിച്ചു തരാം, നിങ്ങളൊന്നും ചെയ്യണ്ട. പക്ഷേ തിരിച്ചിത് ബോംബാർഡ് ചെയ്തതിന് ശേഷം തിരിച്ച് ഇസ്രായേലിലേക്ക് പോകാനുള്ള ഫ്യൂവൽ ഞങ്ങളുടെ വിമാനങ്ങൾക്കില്ല. അത് നിറയ്ക്കാനായിട്ട് നമ്മൾ ഒരു ജാംനഗറിൽ ഒരു ഫെസിലിറ്റി കൊടുക്കണം, അത്രേ വേണ്ടു. അന്ന് സമ്മതിച്ചില്ല. ഇന്ദിരാഗാന്ധിയുടെ കാലശേഷം രാജീവ് ഗാന്ധി വന്നു. ഇതേ ആവശ്യമായിട്ട് രാജീവ് ഗാന്ധി അപ്രോച്ച് ചെയ്തു. ഇതൊക്കെ ന്യൂസ് പേപ്പറിൽ വരെ വന്നതാണ് അന്നത്തെ കാലത്ത്. അപ്പം അത് അന്നും സമ്മതിച്ചില്ല. കാരണം നമ്മൾ നല്ല കുട്ടി ചമഞ്ഞു. അതുകൊണ്ട് അദ്ദേഹം പാകിസ്ഥാൻ ശക്തമായ ഒരു ന്യൂക്ലിയർ പവറായിട്ട് മാറി. പിന്നെ നമ്മളിപ്പോൾ ന്യൂസിൽ കാണുന്നുണ്ട് ഈ ഒരു അവസരത്തിൽ അവരുടെ ന്യൂക്ലിയർ ഇൻസ്റ്റാളേഷൻസിനെയും ആക്രമിച്ചു എന്നുള്ളത്. പക്ഷേ നമ്മുടെ സൈനിക ബ്രീഫിങ്ങിൽ ഒരു ചോദ്യം പത്രക്കാർ ഇതുപോലെ ചോദിച്ചു, ഇങ്ങനെ നമ്മളതിനെ ആക്രമിച്ചോ എന്ന് ചോദിച്ചപ്പം നിങ്ങൾ പറഞ്ഞപ്പോഴാണ് ഞങ്ങൾ അറിയുന്നത് എന്നവർ മറുപടി പറയണ്ടേ. അതങ്ങനെ പറയൂ. കാരണം ഇതിന് ഒരുപാട് എവിഡൻസ് ഉണ്ട്. അമേരിക്കയുടെ ആൻറ്റി ന്യൂക്ലിയർ വിമാനങ്ങളും സംവിധാനങ്ങളും അവിടെ വരുന്നു. ഈജിപ്തിൽ നിന്ന് ഇതിന് വേണ്ട മെറ്റീരിയൽസ് അവിടേക്ക് സപ്ലൈ ചെയ്യുന്നു, ഈ ന്യൂക്ലിയറിനെ ന്യൂട്രലൈസ് ചെയ്യാനുള്ളത്. 2 ഭൂകമ്പങ്ങൾ, ഒന്ന് 4.7 ഒന്ന് 5.2 റിക്ടർ സ്കെയിലിൽ കാണിച്ചത് മറ്റ് യാതൊരു ഭൂമിശാസ്ത്രപരമായ കാരണവും ഇല്ലാതെ അവിടെ നടന്നു അടുത്ത 2 ദിവസത്തിന് മുമ്പായിട്ട്. അപ്പോൾ ഇതെല്ലാം വെച്ച് നോക്കുമ്പോൾ ഇന്ത്യ ഡെഡ് സംതിങ്. പക്ഷേ ഇന്ത്യക്ക് അത് ഓപ്പണായിട്ട് പറയാൻ പറ്റില്ല. കാരണം ലോകത്തിലെ അന്താരാഷ്ട്ര യുദ്ധ നിയമങ്ങളിൽ ന്യൂക്ലിയർ ഇൻസ്റ്റലേഷൻസിനെ ആക്രമിക്കാൻ പാടില്ല എന്നൊരു നിയമമുണ്ട്. ഈ അവസരത്തിലാണ് സത്യം പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ പണ്ട് ഈ പാകിസ്ഥാൻ ഒക്യുപ്പൈഡ് കാശ്മീരിനെ നമ്മുടെ കൂടി ചേർക്കുക എന്നുള്ളത് മാത്രമല്ല, പാകിസ്ഥാൻ ഇനിയും ഇങ്ങനെ വിട്ടു കഴിഞ്ഞാൽ 2030 അവർക്ക് ചൈനയുടെ ഇന്ന് J-35 5ാം തലമുറ യുദ്ധവിമാനങ്ങൾ കിട്ടും, ടർക്കിയുടെ യുദ്ധവിമാനങ്ങൾ കിട്ടും. ഇനി ഒരു 5 വർഷം കഴിയുമ്പോൾ ഇന്ത്യയുടെ അപ്പോഴും ഇപ്പോൾ ഉള്ള സാധനങ്ങളെ ഉണ്ടാവുള്ളൂ, അല്ലെങ്കിൽ MRF-ൽ വരുന്ന വിമാനങ്ങൾ. നമുക്കൊരു 5ാം തലമുറ യുദ്ധവിമാനം ഉണ്ടാക്കണമെങ്കിൽ ഇനിയും 10-15 വർഷം എടുക്കും. അഡ്വാൻറ്റേജ് പാകിസ്ഥാൻ എന്നുള്ളൊരു പൊസിഷനിൽ വരും. അങ്ങനെ വന്നു കഴിഞ്ഞാൽ നമ്മൾ പാകിസ്ഥാനുമായിട്ടൊരു കോൺഫ്ലിക്റ്റ് ഉണ്ടായിക്കഴിഞ്ഞാൽ തിരിച്ചടി ഗംഭീരമായിരിക്കും. പക്ഷേ ഇന്ത്യ അതിനെ തടയും എന്ന് പറഞ്ഞാൽ ഇപ്പോഴത്തെ പോലെ ഒരു ഈസി വാക്ക് ആയിരിക്കില്ല നമുക്ക്. അത് മുൻകൂട്ടി കണ്ടുകൊണ്ട് ഞാനത് ഇതിനു മുമ്പ് ഒരു ചർച്ചയിൽ നമ്മൾ നമ്മുടെ ഡിഫൻസ് എക്സ്പെൻഡിച്ചർ ഒക്കെ ഓരോ ബജറ്റിലെയും പറയുന്നുണ്ട്. അത് പ്രതിരോധത്തിന് വേണ്ടി നമ്മൾ ചെലവഴിക്കുന്ന പണം എന്ന് പറയുന്നത് അത്രത്തോളം വലുതാണ്. മാത്രമല്ല തദ്ദേശീയമായി വികസിപ്പിക്കുന്ന ആയുധങ്ങളടക്കം ഇന്ത്യൻ സേനയ്ക്ക് എല്ലാ കാലവും മുതൽക്കൂട്ടായി മുന്നോട്ട് പോകും എന്നുള്ളത് വളരെ ഗൗരവത്തോടെ ഇന്ത്യൻ സാമ്പത്തിക രംഗം അടക്കം കാണുന്ന ഒന്നാണ്. അതിൽ ഒരു ആശങ്കപ്പെടേണ്ട സാഹചര്യമില്ല നിലവിലെന്ന് വിചാരിക്കുന്നു. ശ്രീ എം ഷിനസ്, ഇപ്പോൾ കാർഗിൽ വാർ കഴിഞ്ഞതിന് ശേഷം ഇത്രയധികം സൈനികരെ പിടിച്ചെടുത്ത ഭൂമിയൊക്കെ വിട്ടുകൊടുക്കുന്ന സമയത്ത് പാകിസ്ഥാന്റെ ഭാഗത്തു നിന്നൊരു പ്രതികരണത്തെക്കുറിച്ച് കഴിഞ്ഞ ദിവസം ചർച്ചയിൽ പങ്കെടുത്ത ഒരു വിദേശകാര്യ വിദഗ്ധൻ പറഞ്ഞ ഒന്ന്, ഇന്ത്യ യുദ്ധത്തിൽ ജയിച്ചു, പക്ഷേ നയതന്ത്ര ടേബിളിൽ ജയിച്ചത് പാകിസ്ഥാനാണ് എന്നായിരുന്നു. ഇപ്പോൾ ശ്രീ രഘുനാഥ് നായർ അദ്ദേഹത്തിന്റെ ഓർമ്മയിൽ നിന്ന്, സർവീസ് അനുഭവങ്ങളിൽ നിന്ന് പല കാര്യങ്ങൾ വിമർശന ബുദ്ധിയ പറയുന്നുമുണ്ട്. ആ തരത്തിലുള്ള ഒരു നയത്തിൽ നിന്ന് പൂർണ്ണമായ വ്യതിചലനം ഇന്ത്യക്കുണ്ടായിട്ടില്ലേ ഈ കാലത്ത്? ഇന്ത്യയുടെ സൈനിക ഡോക്ട്രിൻ, സൈനിക പ്രമാണം കഴിഞ്ഞ
ഏതാണ്ട് 10 വർഷമായിട്ട് മാറിയിട്ടുണ്ട്. കാരണം നമ്മൾ ഇന്ത്യയിൽ നടന്ന ഭീകരാക്രമണങ്ങളുടെ കഴിഞ്ഞ 25 കൊല്ലം നടന്ന ഭീകരാക്രമണങ്ങളുടെ ചരിത്രം പരിശോധിച്ചാൽ 2000-ലാണ് ബിൽ ക്ലിൻ്റൺ ഇന്ത്യയിൽ വന്നപ്പോൾ 38ഓളം സിഖുകാരെ പാക് ഭീകരവാദികൾ കൂട്ടക്കൊല ചെയ്തത്. 2001-ലാണ് പാർലമെൻറ്റ് ആക്രമിച്ചത്. അതോടൊപ്പം തന്നെ വലിയ മൊബിലൈസേഷൻ ഉണ്ടായി അന്ന്. അതിനു മുമ്പ് തന്നെ 2001-ൽ ജമ്മു കാശ്മീർ നിയമസഭയുടെ സെക്രട്ടേറിയറ്റ് ആക്രമിച്ചു. 2008-ൽ ഏറ്റവും പ്രധാനപ്പെട്ടതാണ് ഞാൻ പറഞ്ഞത്. 2008-ൽ മുംബൈ ഭീകരാക്രമണം. അത് കഴിഞ്ഞ് 2016 ആദ്യം പത്താൻകോട്ടിലെ സൈനിക ആസ്ഥാനം ആക്രമിച്ചു. പിന്നെ 2016-ൽ തന്നെ ഉറിയിലെ സൈനികാസ്ഥാനം ആക്രമിച്ചു. ഉറിയിൽ ആക്രമിച്ചപ്പോൾ അന്ന് മുതൽ സൈനിക പ്രമാണത്തിൽ, അതിനു മുമ്പും ചിലപ്പോൾ സർജിക്കൽ സ്ട്രൈക്ക് ആർമി വെളിപ്പെടുത്തിയിട്ടുണ്ടാവില്ല. പക്ഷേ ഉറിയിൽ പാകിസ്ഥാൻ ഭീകരവാദികൾ ആക്രമണം അഴിച്ചുവിട്ടപ്പോൾ സർജിക്കൽ സ്ട്രൈക്ക് നടത്തി. 2019 ഫെബ്രുവരിയിൽ പുൽവാമയിൽ ആക്രമണം നടത്തിയപ്പോൾ ശ്രദ്ധേയമായ ബാലക്കോട്ടിൽ ഒരു സ്ട്രൈക്ക് നടത്തി. ഇപ്പോൾ പഹൽഗാമിൽ കഴിഞ്ഞ 9-10 കൊല്ലമായി ഇന്ത്യയുടെ സൈനിക ഡോക്ട്രിൻ, ന്യൂക്ലിയർ ഡോക്ട്രിനിൽ മാറ്റം വന്നിട്ടുണ്ട്. അപ്പോൾ പഹൽഗാമിൽ പാകിസ്ഥാൻ ശരിക്കും അത് തിരിച്ചറിഞ്ഞു. പാഠം ഉൾക്കൊള്ളുമോ എന്ന് ചോദിച്ചാൽ പാകിസ്ഥാൻ പഹൽഗാമിൽ നിന്നൊരു പാഠം ഉൾക്കൊണ്ട് ഭാവിയിൽ ഇന്ത്യയിൽ ഭീകരാക്രമണങ്ങൾക്ക് പിന്തുണ, അതായത് പാകിസ്ഥാൻ്റെ ഒരു അനൗദ്യോഗിക സ്റ്റേറ്റ് പോളിസിയാണ് ഭീകര സംഘടനകളെ കൂട്ടുപിടിച്ച് ഇന്ത്യയിൽ ആക്രമണം നടത്തുക. ലോ കോസ്റ്റാണത്. അതായത് മുതൽ മുടക്കം കുറവാണ്, നഷ്ടവും കുറവാണ്, അക്കൗണ്ടബിലിറ്റിയും. തെളിവ് എവിടെ എന്ന് ചോദിച്ചാൽ അക്കൗണ്ടബിലിറ്റി, ഉത്തരവാദിത്വമില്ല. അപ്പോൾ ഈ ലോ കോസ്റ്റ് വാർഫെയർ അതേ നടക്കൂ. കാരണം സാമ്പ്രദായിക യുദ്ധത്തിൽ പാകിസ്ഥാൻ ഒരിക്കലും ഇന്ത്യയോട് ജയിക്കാൻ പറ്റില്ല. ഇത് പാകിസ്ഥാൻ്റെ സുൽഫിക്കർ അലി ഭൂട്ടോയുടെ കാലത്ത് പാകിസ്ഥാൻ്റെ എയർ ചീഫ് മാർഷലായി ഉണ്ടായിരുന്ന ഭൂട്ടോയെ അട്ടിമറിച്ചപ്പോൾ രാജിവെച്ച് പിന്നീട് വാഷിങ്ടണിൽ പാകിസ്ഥാൻ്റെ അംബാസിഡറായിരുന്ന, പേര് ഞാൻ മറന്നുപോയി, അദ്ദേഹം പറഞ്ഞത് പാകിസ്ഥാൻ ഒരിക്കലും സൈനികമായോ നയതന്ത്രപരമായോ രാഷ്ട്രീയമായോ ഇന്ത്യയുടെ ഭാഗമായ കാശ്മീരിനെ പിടിച്ചടക്കാൻ പറ്റില്ല. അത് എന്ന് പാകിസ്ഥാൻ മനസ്സിലാക്കുന്നുവോ പാകിസ്ഥാൻ നല്ലത്. ഞാൻ ഒരു കാര്യം കൂടി പറഞ്ഞ് അവസാനിപ്പിക്കാം. പാകിസ്ഥാൻ്റെ പിന്തുണയോടെ നടത്തുന്ന ഭീകരവാദ പ്രവർത്തനങ്ങൾ ചരിത്രം പരിശോധിച്ചാൽ ഇനിയും തുടരാനാണ് സാധ്യത. 1-2 കൊല്ലം കഴിഞ്ഞാൽ, ചിലപ്പോൾ 3 കൊല്ലം കഴിഞ്ഞാൽ പുൽവാമ പോലെ, അല്ലെങ്കിൽ ഉറി പോലെ, അല്ലെങ്കിൽ പഹൽഗാം പോലെ മറ്റൊരു ഭീകരാക്രമണം നടന്നേക്കാം. അതിന് കാരണം എന്താണെന്ന് വെച്ചാൽ പാകിസ്ഥാൻ സൈന്യവും ISIയും ഈ ഭീകര സംഘടനകൾ, പ്രത്യേകിച്ച് ലഷ്കർ ഇ തയ്യബ, ജെയ്ഷെ മുഹമ്മദ്, ഹിസ്ബുൽ മുജാഹിദീൻ, ഇവർ തമ്മിലുള്ള ഗാഢബന്ധമാണ്. പാകിസ്ഥാൻ ആർമിയുടെ ISIയുടെ ജനിതകത്തിൽ ഈ ഭീകര സംഘടനകളുമായിട്ടുള്ള ഗാഢബന്ധം മുദ്ര ചെയ്യപ്പെട്ടിട്ടുണ്ട്. അപ്പോൾ ഭീകര സംഘടനകളും പാക് സൈന്യവും തമ്മിലുള്ള ബന്ധവിച്ഛേദം എന്ന് നടക്കുന്നുവോ, എന്ന് പാകിസ്ഥാൻ സൈന്യം അല്ലെങ്കിൽ പാകിസ്ഥാൻ തയ്യാറാകുന്നുവോ അന്ന് ഒരു കാര്യം. രണ്ടാമത്തെ കാര്യം, പാകിസ്ഥാനിൽ തിരഞ്ഞെടുക്കപ്പെടുന്ന സിവിലിയൻ സർക്കാരുകൾക്ക് പാക് സൈന്യത്തിന് മേൽ എന്നു മുതൽ നിയന്ത്രണമുണ്ടാകുമോ, പാക് സൈന്യത്തിന് മേൽ മേധാവിത്വം ഉണ്ടാകുമോ, പാക് സൈന്യത്തെ വരുതിയിൽ നിർത്താനുള്ള ഒരു സിവിലിയൻ സർക്കാർ എന്ന് പാകിസ്ഥാനിൽ അധികാരത്തിൽ വരുമോ, അന്ന് ഇത്തരം ഒരു സിവിലിയൻ സർക്കാരിന് ഒരിക്കലും അത്തരം ഡിസിഷനിലേക്ക് പോകാൻ പറ്റില്ല. ഇന്ന് പാകിസ്ഥാനിലെ രാഷ്ട്രീയ സാമ്പത്തിക തലങ്ങളിലെ എല്ലാ തരം തീരുമാനങ്ങളും എടുക്കുന്നത് പാക് സൈനിക സാമ്പത്തിക സമുച്ചയമാണ്. ഈ സമുച്ചയമാണ് പാകിസ്ഥാനിലെ ഏറ്റവും മഹാശക്തി. അതുകൊണ്ടാണ് അമേരിക്കയൊക്കെ പാകിസ്ഥാനിലെ സർക്കാരിൻ്റെ തലവനെ അല്ല വിളിക്കുന്നത്, അസീം മുനീറിനെ, അല്ലെങ്കിൽ അതിനു മുമ്പുണ്ടായിരുന്ന ഖമർ ജാവേദ് ബജ്വയെ. അവരൊക്കെ ലോകത്തിന് മുഴുവൻ അറിയാം, പാകിസ്ഥാനുമായി എന്തെങ്കിലും ഒരു ഡീൽ ഉണ്ടാക്കണമെങ്കിൽ, പാകിസ്ഥാനെ ഏതെങ്കിലും യുദ്ധത്തിൽ നിന്ന് പിന്മാറ്റണമെങ്കിൽ, സംഘർഷത്തിൽ നിന്ന് ആദ്യം വിളിക്കേണ്ടത് പാക് സൈനിക മേധാവി അല്ലെങ്കിൽ മേധാവികളെയാണ്. അപ്പോൾ ഈ പറഞ്ഞ 2 കാര്യങ്ങൾ നടക്കാതെ ഭീകരവാദ സംഘടനകളും പാക് സൈന്യവും തമ്മിലുള്ള നാഭീനാള ബന്ധം വിച്ഛേദിക്കാൻ പാക് സൈന്യം അല്ലെങ്കിൽ വിച്ഛേദിക്കാൻ മറ്റു തരത്തിലുള്ള സമ്മർദ്ദങ്ങൾ ഉണ്ടാവാതെ
മറ്റൊരു കാര്യം, പാകിസ്ഥാനിൽ വളരെ ശക്തമായ സിവിലിയൻ സർക്കാർ, അതായത് സൈന്യത്തെ ചൊൽപ്പടിയിൽ നിർത്താൻ പറ്റുന്ന, സിവിലിയൻ സർക്കാരിന് കേൾക്കുന്ന ഒരു സൈന്യമുണ്ടായാൽ, അതൊക്കെ പെട്ടെന്ന് നടക്കുന്ന കാര്യമല്ല. പക്ഷേ ഇതൊക്കെ ഉണ്ടായാലേ ദീർഘകാലാടിസ്ഥാനത്തിൽ പാകിസ്ഥാനിൽ നിന്നുള്ള ഭീകരവാദത്തിന് അറുതിയുണ്ടാവൂ, ശമനമുണ്ടാവും. പക്ഷേ പാക് ജനാധിപത്യം അത് അർഹിക്കുന്നില്ല എന്ന് അവർ നിരന്തരം തെളിയിക്കുകയാണ്. അങ്ങ് നേരത്തെ പറഞ്ഞത് ഈ സുൽഫിക്കർ അലി ഭൂട്ടോയുടെ അദ്ദേഹത്തെ അട്ടിമറിച്ചത് സിയാഉൾ ഉൽ ഹഖാണ് 1977 എന്നാണ് ഞാൻ വിചാരിക്കുന്നത്. അതിനുശേഷം ഇങ്ങോട്ട് എല്ലാ കാലത്തും വന്നിട്ടുള്ള സൈനിക ജനറൽമാരെല്ലാവരും ഇന്ത്യക്കെതിരെ ഏറ്റവും മഠയത്തരമെന്ന് കണ്ണടച്ച് വിളിക്കാൻ കഴിയുന്ന തരത്തിലുള്ള അബദ്ധ ചെയ്തികൾ ചെയ്തിട്ടുണ്ട്. അതിന് ഫലം അനുഭവിച്ചിട്ടുമുണ്ട് കാലാകാലങ്ങളിൽ എന്നുള്ളത് വ്യക്തമാണ്. അത് നമ്മൾ നേരത്തെ പറഞ്ഞതുപോലെയുള്ള സർജിക്കൽ സ്ട്രൈക്കുകളിലൂടെ ആകട്ടെ, തിരിച്ചടികളിലൂടെ ആകട്ടെ, അങ്ങനെ പലതും സംഭവിച്ചിട്ടുണ്ട്. പക്ഷെ അതിൽ നിന്ന് പാഠം പഠിക്കാൻ കഴിയുന്ന ഒരു രാജ്യമായി പാകിസ്ഥാൻ നിലനിൽക്കുന്നില്ല. എല്ലാ കാലത്തും ഇത് വീണ്ടും ആവർത്തിക്കാൻ മാത്രമാണ് അവർക്ക് സാധിച്ചിട്ടുള്ളത് എന്നുള്ളത് കൊണ്ടാണ് നമുക്കിപ്പോഴും അവരെ വിശ്വസിച്ച് സമാധാനം പുലർന്നിരിക്കുന്നു എന്ന് വിചാരിക്കാൻ കഴിയാതെ പോകുന്നത്. ശ്രീ PM നാരായണൻ, ഞാൻ അങ്ങേലേക്ക് വരാം. അതിനു മുമ്പ് ശ്രീ മേജർ രവി, അന്ന് പ്രധാനമന്ത്രി രാജ്യത്തെ ഈ പഹൽഗാം ആക്രമണത്തിന് ശേഷം അഭിസംബോധന ചെയ്തപ്പോൾ അദ്ദേഹം പറഞ്ഞത്, ഇവിടെ കടന്നു വന്ന് നമ്മൾക്കിത്രമേൽ വലിയ വേദന സമ്മാനിച്ച ആരെയും ഈ രാജ്യം വെറുതെ വിടില്ല, അതിന് പിന്നിൽ പ്രവർത്തിച്ച ആരെയും വെറുതെ വിടില്ല, അവരെ മണ്ണിൽ പുതപ്പിക്കും എന്നാണ്. പക്ഷേ ആക്രമണത്തിൽ നേരിട്ട് പങ്കെടുത്ത ആളുകൾ അവരെവിടെയാണ് എന്നുള്ളത് നമുക്ക് ഇപ്പോഴും അറിയില്ല. അതുകൊണ്ട് തന്നെയാണ് പ്രതിപക്ഷവും ഈ രാഷ്ട്രീയ വിദഗ്ധരും എല്ലാവരും ചോദിക്കുന്ന ഒരു ചോദ്യം, നമ്മൾ കൃത്യമായ മറുപടി കൊടുത്തോ, ഉതകുന്ന മറുപടി കൊടുത്തു കഴിഞ്ഞോ, തിരിച്ചടി കൊടുത്തു കഴിഞ്ഞോ എന്നുള്ളത്. പുതിയ കാലഘട്ടത്തിൽ, യുദ്ധത്തിൻ്റെ പോലും പുതിയ തലത്തിൽ അത് എത്രത്തോളം സാധ്യമാണ്? ഈ സീസ് ഫയർ അത് ഏറ്റവും അനുകൂലമായ സാഹചര്യത്തിൽ, ഏറ്റവും അനിവാര്യമായ സാഹചര്യത്തിൽ പ്രഖ്യാപിക്കപ്പെട്ട ഒന്നാണ് എന്ന് വിചാരിക്കുന്നുണ്ടോ അങ്ങ് മുൻ സൈനിക ഉദ്യോഗസ്ഥൻ എന്ന നിലയിൽ? അത് ഈ ആര് കൊന്നും ഈ 4 പേരെന്നുള്ളത്, അതിനപ്പുറത്ത് അദ്ദേഹം പറഞ്ഞ കാര്യം എന്താണ്, ഇത് എവിടുന്ന് വന്നു, വഹാ ആക്കെ ഹം ചുൻ ചുൻ കെ മാറൂങ്ക എന്നുള്ളതാണ് പറഞ്ഞിട്ട്. നിങ്ങൾ എവിടുന്നാണ് നിങ്ങളുടെ തുടക്കം, അവിടെ വന്ന് ഞങ്ങൾ അടിക്കും. അത് അദ്ദേഹം ചെയ്തു. ഇനി വേറെ ഈ 4 പേരുടെ കാര്യം പറയാം. കാരണം ഞാനിതുപോലെ ഒരു മാനൻഡ് ഓപ്പറേഷൻ ചെയ്തിട്ടുള്ളൊരു വ്യക്തിയാണ്. രാജീവ് ഗാന്ധി വധക്കേസിന് ശേഷം 90 ദിവസം എടുത്തു ഈ വധക്കേസ് കഴിഞ്ഞിട്ട് ഞങ്ങൾക്ക് ഈ ചെന്നൈയും സേലം എന്ന് പറഞ്ഞാൽ തമിഴ്നാട്ടിൽ മുഴുവൻ അരിച്ചു പെറുക്കിയിട്ട് ഈ ശിവരാജ് സിംഗിനെയും ഗാങ്ങിനെയും 7 പേരെ ഒരു കോർണറിൽ കൊനാനക്കൊണ്ടയിൽ കൊണ്ടുപോയിട്ട് പിടിക്കാന്ന് പറഞ്ഞാൽ എൻകൗണ്ടറിൽ അതിന് മുമ്പ് തന്നെ അവർ ആത്മഹത്യ ചെയ്തു. പക്ഷേ അവരുടെ അടുത്തേക്ക് എത്താൻ ഞങ്ങൾക്ക് 90 ദിവസം എടുത്തു. അതെവിടെയാണ്? ഇതുപോലുള്ള അർബൻ ഏരിയാസ്. ഈ ജംഗിൾ ഏരിയാസിൽ കിടക്കുന്ന ഈ 4 പേര് അവരെങ്ങോട്ട് പോവില്ല, രാജ്യം വിട്ട് പോവില്ല. കാരണം ഇന്ന് നമ്മുടെ അടുത്തിരിക്കുന്ന എല്ലാ റഡാർ ഒബ്സർവേഷനും എല്ലാം കൂടെ നോക്കിക്കഴിഞ്ഞാൽ ഇവന്മാരുടെ മൂവ്മെൻറ്റ്സ് പോലും അത്രയും റെസ്ട്രിക്റ്റഡ് ആയിട്ട് ഇവരിവിടെ തന്നെ ഉണ്ട്. പക്ഷെ നമുക്കിപ്പോൾ ഈ കിട്ടിയിട്ടുള്ള ഓപ്പർച്യൂണിറ്റിയിൽ ആദ്യം ചെയ്യേണ്ടത് എന്തായിരുന്നു? ഇവരെ ആര് പറഞ്ഞയച്ചു അവിടെ പോയിട്ട് ആ താവളങ്ങൾ തകർക്കുക. അത് തകർത്തു. എന്തിനാ മൗലാന മസൂദ് അസറിൻ്റെ കംപ്ലീറ്റ് ഫാമിലീസിനെ വൈപ്പ് ഔട്ട് ചെയ്തിരിക്കുന്നു. ഇപ്പം നിങ്ങൾക്ക് ചോദിക്കാൻ വേണ്ടി മാത്രം ചോദിക്കാം എവിടെ പോയി ഈ 4 പേരെന്നുള്ളത്. ആദ്യം നമ്മളിതിൻ്റെ ആ വലിയ മേജറായിട്ടുള്ള ഒരു അറ്റാക്ക് നമുക്ക് ഈ 4 പേരെ നമുക്ക് പിന്നെയും പിടിക്കാം. പക്ഷേ ഇപ്പം ചെയ്തിരിക്കുന്ന ഈ ഓപ്പറേഷൻ അത് ഈ സമയത്ത് ഈ ചൂടോടുകൂടി ചെയ്താൽ മാത്രമേ ആ ക്യാമ്പുകൾ തകർക്കാൻ പറ്റുള്ളൂ. അത് കഴിഞ്ഞ് ഇവരെ പിടിച്ചതിന് ശേഷം ഞങ്ങൾ 1 മാസം കഴിഞ്ഞിട്ട് ക്യാമ്പുകൾ തകർക്കാൻ പോയി കഴിഞ്ഞാൽ കംപ്ലീറ്റ് ലോകരാഷ്ട്രങ്ങൾ നമുക്ക് എഗൻസ്റ്റ് ആവും. സോ വി ആർ ഡൂയിങ് ഇറ്റ് പ്രയോറിറ്റി വൈസ്. എന്താണ് നമ്മൾ ആദ്യം ചെയ്യേണ്ടത് അത് നമ്മൾ ചെയ്തു. അവിടെ പോയി അവരുടെ എല്ലാം ക്യാമ്പുകളൊക്കെ തകർത്ത് ഇരിക്കുന്നുണ്ട്. ഇവരെവിടെയും പോയില്ല. അതിനുകൊണ്ട് കുറച്ച് സമയം കൊടുക്കും. ആർമി ആൾസോ റിക്വയർസ് സം ടൈം. ഇപ്പം എന്താണ് അവസ്ഥ? കംപ്ലീറ്റ് ബോർഡറും LOCയും കോർണർഡ് ബൈ പ്രൊട്ടക്റ്റഡ് ബൈ ആർമി. താഴ്ത്തുന്ന എല്ലാ ആർമികളും അവിടെ പോയിട്ട് അവിടെ ഇരിക്കുകയാണ്. അപ്പോൾ അതുകൊണ്ട് ഇവന്മാർ LOC ക്രോസ് ചെയ്തിട്ട് ഏതെങ്കിലും ലൂപ്പോട് കൂടെ പോവാന്നുള്ളത് അത്ര എളുപ്പമല്ല. ശരി, വളരെ സംസാരിച്ചതിന് ശ്രീ PM നാരായണൻ. ശ്രീ PM നാരായണൻ, ഇന്നിപ്പോൾ പ്രധാനമന്ത്രി സംസാരിക്കാൻ പോവുകയാണ്. പഹൽഗാം ആക്രമണത്തിന് ശേഷം ആദ്യമായി ലോകവും രാജ്യവും ഉറ്റുനോക്കുന്ന പ്രതികരണമാണ് അദ്ദേഹത്തിന്റെ ഭാഗത്തു നിന്ന് ഉണ്ടാകുന്നത്. ഈ സമയത്ത് സാധാരണഗതിയിൽ സേന വിശദീകരിക്കുന്നത് പോലെ പോരാ എന്നുള്ളത് വ്യക്തവുമാണ്. കാരണം അദ്ദേഹം നേരത്തെ രാഷ്ട്രീയ പ്രതികരണം നടത്തിയപ്പോൾ പോലും വളരെ ശക്തമായ ഭാഷയും വാക്കുകളുമാണ് ഉപയോഗിച്ചിരുന്നത്. അതുകൊണ്ട് തന്നെ പ്രധാനമന്ത്രിയുടേത് കൃത്യമായ, നമ്മൾ ഈ ചർച്ചയുടെ തലക്കെട്ടിട്ടതുപോലെ രാജ്യത്തിന്റെ മറുപടി എന്ന നിലയ്ക്ക് തന്നെ നോക്കിക്കാണേണ്ട ഒന്നാണ്.
തീർച്ചയായിട്ടും വളരെ കൃത്യമായിട്ടുള്ള ഭാഷയിൽ അദ്ദേഹം മറുപടി പറയുന്നതാണ്. അതുമാത്രവുമല്ല മധു, ഇത് ഒരു രാഷ്ട്രത്തലവൻ എന്ന നിലയ്ക്ക് ഈ പ്രധാനമന്ത്രിയുടെ ഈ നീക്കം, ഇത്തരത്തിലുള്ളൊരു നിലപാട്, അതായത് പാകിസ്ഥാനിനുള്ളിൽ പോയി ഒരു ന്യൂക്ലിയർ സ്റ്റേറ്റിനെ അറ്റാക്ക് ചെയ്യുക എന്നുള്ളത് വളരെ വളരെ റിസ്കി ആയിട്ടുള്ളൊരു പ്രൊപ്പോസിഷനാണ്. പ്രധാനമന്ത്രി മാത്രമല്ല, ഒരു രാഷ്ട്രീയക്കാരനാണ്, മറ്റു പലതുമാണ്. അപ്പം ഇത്തരം വലിയൊരു റിസ്ക് എടുക്കാൻ തയ്യാറായിക്കൊണ്ട് അദ്ദേഹം ആർമിക്ക് ഓപ്പറേഷണൽ ഫ്രീഡം കൊടുത്തു എന്നുള്ളത് തന്നെയാണ് ഈ ഓപ്പറേഷൻ്റെ ഏറ്റവും വലിയൊരു ഒരു കാര്യമായിട്ട് ഞാൻ കാണുന്നത്. അതുമാത്രവുമല്ല, ഇത് കൂടാതെ നമ്മൾ ചിന്തിക്കേണ്ടത് കഴിഞ്ഞ 25 കൊല്ലമായിട്ട് ഈ ഒരു തുള്ളി രക്തം പോലും ചൊരിയാതെ പാകിസ്ഥാൻ പട്ടാളം ഇന്ത്യയെ വരച്ച വരയിൽ നിർത്തിയിട്ടുണ്ട്. പല അക്രമങ്ങൾ ഇന്ത്യയിൽ ഉണ്ടായിട്ടുണ്ട്. അതിനെല്ലാം അവർ ഉപയോഗിച്ചത് ഈ ഭീകരവാദികളെയാണ്. അതുകൊണ്ട് തന്നെ ഈ ഭീകരവാദികളെ ഉന്നം വെച്ചുകൊണ്ട് നമ്മൾ നടത്തിയ ഈ നീക്കത്തിന് ലോകരാഷ്ട്രങ്ങളുടെ തന്നെ പിന്തുണ ഉണ്ട് എന്നുള്ളതാണ്. അതുകൊണ്ടാണ് നമുക്ക് പല സഹായങ്ങളും കിട്ടിയിട്ടുള്ളത്. വളരെയധികം നന്ദി എല്ലാ പാനലിസ്റ്റുകൾക്കും. നമ്മൾ പ്രധാനമന്ത്രിയുടെ വാക്കുകൾ സമയത്തിനകം തന്നെ കേൾക്കാൻ പോവുകയാണ്. അദ്ദേഹം പറയാൻ പോകുന്നത് എന്താണ്, രാജ്യത്തിന്റെ മറുപടി എന്താണ്, ലോകത്തിന് മുന്നിൽ ഇന്ത്യയുടെ സ്റ്റാൻഡ് എന്താണ്, നിലപാട് എന്താണ്, നയം എന്താണ് എന്ന് പ്രധാനമന്ത്രി രാജ്യത്തെ വ്യക്തമാക്കാൻ പോവുകയാണ്. പി ബസന്തിലേക്ക് നമ്മൾ പോവുകയാണ്. പി ബസന്ത് അതുമായി ബന്ധപ്പെട്ട വിവരങ്ങൾ നമുക്ക് കൈമാറും. ബസന്ത്, ഈ കഴിഞ്ഞ ദിവസങ്ങളിലെല്ലാം രാജ്യം അഭിമുഖീകരിച്ച ഏറ്റവും നിർണായകമായ സമയത്ത് സൈനിക മേധാവികളുമായുള്ള ഉന്നതതല കൂടിക്കാഴ്ചകൾക്കപ്പുറത്ത് പ്രധാനമന്ത്രി അദ്ദേഹത്തിന്റെ എക്സ് ഹാൻഡിൽ പോലും വളരെ വിശദമായ രാഷ്ട്രീയ പരാമർശങ്ങളൊന്നും നടത്തിയിട്ടില്ല. അതുകൊണ്ട് തന്നെ ഉദ്വേഗം അതിന്റെ ഏറ്റവും മുകളിലുള്ള അവസ്ഥയിലാണ്. എന്താണ് പ്രധാനമന്ത്രി പറയുക എന്നതിന്റെ രാഷ്ട്രീയ പ്രാധാന്യം അത്രത്തോളമാണ്. തീർച്ചയായും അത് സ്വാഭാവികമായിട്ടും പ്രധാനമന്ത്രി ഇപ്പോൾ ഈ ഓപ്പറേഷൻ സിന്ദൂറിന് ശേഷമുള്ള ആദ്യത്തെ ഈ അഭിസംബോധന വളരെ നിർണായകമാണ്. എന്താണ് പ്രധാനമന്ത്രി പറയാൻ പോകുന്നത് എന്നുള്ളതായിരിക്കും. ഉറപ്പായിട്ടും ഇതിൽ പറയാൻ പോകുന്ന രണ്ട് കാര്യങ്ങൾ, ഒന്ന് പാകിസ്ഥാൻ്റെ ഭീകര ക്യാമ്പുകൾ എന്ന് പറയുമ്പോൾ ഭീകരരെ ഉണ്ടാക്കി വിടുന്ന ഫാക്ടറികളാണ് ഞങ്ങൾ തകർത്തത് എന്ന് തന്നെ പ്രധാനമന്ത്രി അസന്നിഗ്ധമായി പറയും എന്നുള്ള കാര്യത്തിൽ സംശയമില്ല. അതോടൊപ്പം തന്നെ ഈ ഭീകരരുമായി ബന്ധപ്പെട്ടുള്ള ക്യാമ്പുകൾക്ക് പുറമെ ഈ പാകിസ്ഥാൻ്റെ വ്യോമ താവളങ്ങൾ അത് കൃത്യമായി ഞങ്ങൾ കണ്ടെത്തിയിട്ടുണ്ട്, അത് തകർത്തിട്ടുണ്ട്. ഞങ്ങൾക്കറിയാം അവിടെ എന്തൊക്കെ ഉണ്ട് എന്നുള്ളത്. അതുകൊണ്ട് കാത്തിരിക്കുക, ഞങ്ങൾ ഇനിയും തയ്യാറാണ്. എല്ലാ ക്യാമ്പുകളും അല്ലെങ്കിൽ ഈ ഭീകര ക്യാമ്പുകൾക്ക് പുറമെ വ്യോമത്താവളങ്ങളും ഞങ്ങളുടെ മുന്നിലുണ്ട് എന്നുള്ള തന്നെ ആ സന്ദേശം തന്നെയായിരിക്കും പ്രധാനമന്ത്രി കൊടുക്കുക എന്നുള്ള കാര്യത്തിൽ യാതൊരു സംശയമില്ല. പക്ഷേ അതോടൊപ്പം തന്നെ ഇന്ത്യയിലെ രാഷ്ട്രീയവുമായി ബന്ധപ്പെട്ട ചോദ്യങ്ങൾക്കും അത് പ്രധാനമന്ത്രി മറുപടി കൊടുക്കേണ്ടതുണ്ട്. എന്തുകൊണ്ട് ഇത് അമേരിക്കയുടെ ഒരു പ്രസിഡന്റിന് ഈ വെടിനിർത്തൽ കരാർ പ്രഖ്യാപിക്കേണ്ടി വന്നു എന്നുള്ള വലിയ ചോദ്യം അവിടെ അഡ്രസ്സ് ചെയ്യപ്പെടേണ്ടതുണ്ട്. മാത്രമല്ല രണ്ട് കാര്യങ്ങൾ, അതായത് ഒന്ന് ഈ ഒരു നിഷ്പക്ഷ രാജ്യത്ത് ഇന്ത്യയും പാകിസ്ഥാനും ചർച്ച നടത്തും മറ്റു വിഷയങ്ങൾ എന്ന് അമേരിക്കയുടെ സ്റ്റേറ്റ് സെക്രട്ടറി പറയുന്നു. രണ്ട്, ഇന്നലത്തെ ഒരു പോസ്റ്റിൽ ഡൊണാൾഡ് ട്രംപ് അമേരിക്കൻ പ്രസിഡന്റ് പറയുന്നു കശ്മീർ വിഷയത്തിൽ മധ്യസ്ഥത നടത്താൻ ഞങ്ങൾ തയ്യാറാണ്. ഈ രണ്ട് കാര്യങ്ങളിൽ വ്യക്തത വരുത്തേണ്ടതുണ്ട്. അതായത് ആ രണ്ട് കാര്യങ്ങളിൽ പ്രധാനമന്ത്രിയുടെ വാക്കുകൾ എന്താണ് എന്ന് രാജ്യം ഉദ്വേഗത്തോടെ കാത്തിരിക്കുകയാണ്.